നമസ്കാരം. പ്രധാന വാർത്തകൾ. കരിയാട് പുളിയനമ്പ്രത്തെ +2 വിദ്യാർത്ഥി ശിവസൂര്യയെ കാണാതായിട്ട് 9 ദിവസം. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് പോലീസ്. ഓണക്കാല വിപണി ലക്ഷ്യമിട്ട് തലശ്ശേരിയിലെത്തിയ തെരുവോര കച്ചവടക്കാരെ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് തലശ്ശേരി നഗരസഭാ സ്റ്റേഡിയത്തിലേക്ക് മാറ്റാനുള്ള നഗരസഭയുടെ നീക്കത്തിൽ പ്രതിഷേധം ശക്തം. അടുത്ത തവണ തലശ്ശേരിയിലേക്കില്ലെന്ന് തെരുവോര വ്യാപാരികൾ. പെരിങ്ങാടി റെയിൽവേ ഗേറ്റിലെ യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ന്യൂമാഹിയിൽ ജനകീയ കൺവെൻഷൻ. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കുമെന്ന് കാരായി രാജൻ MLA. വഖഫ് ബോർഡിനെ അട്ടിമറിക്കാൻ സർക്കാർ കേന്ദ്ര വഖഫ് നിയമത്തെ മറയാക്കുകയാണെന്ന് സമസ്ത സെക്രട്ടറി മുക്കം ഉമർ ഫൈസി. നാഷണൽ ലീഗ് തലശ്ശേരിയിൽ വഖഫ് സമ്മിറ്റ് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. മൊബൈൽ ഫോൺ പിതാവ് പിടിച്ചുവെച്ചതിനെ തുടർന്ന് വീട് വിട്ട +2 വിദ്യാർത്ഥി കരിയാട് പുളിയനമ്പ്രത്തെ ശിവസൂര്യയെ കാണാതായിട്ട് ഒരാഴ്ച പിന്നിടുമ്പോഴും അന്വേഷണം വഴിമുട്ടുന്നു. കുട്ടിയെ കാണാതായ പ്രദേശത്തും സമീപ മേഖലകളിലുമായി 100-ലേറെ കേന്ദ്രങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും കുട്ടിയുടെ ചിത്രം പോലും കണ്ടെത്താനായിട്ടില്ല. ഇതോടെ തിരോധാനത്തിൽ ദുരൂഹതയേറുകയാണ്. അന്വേഷണം കാശിയിലേക്കും വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. ചുക്കളി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥിയും കരിയാട് പുളിയനമ്പ്രത്തെ ശിവപ്രിയത്തിൽ ജിഗീഷിൻ്റെ മകനുമായ ശിവസൂര്യയാണ് കഴിഞ്ഞ 8-ാം തീയതി മുതൽ കാണാതായത്. വീട്ടിൽ നിന്ന് പോകുന്നതിന് മുൻപ് കാശിയിലേക്ക് പോകുകയാണെന്നും ഇനി അവിടെ ജീവിക്കുമെന്നും സൂചിപ്പിക്കുന്ന കുറിപ്പ് കുട്ടി എഴുതി വച്ചിരുന്നു. ഓൺലൈൻ ഗെയിമിന് അടിമയായതിനെ തുടർന്ന് പിതാവ് മൊബൈൽ ഫോൺ പിടിച്ചുവെച്ചതാണ് കുട്ടി വീട് വിടാൻ കാരണമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. എന്നാൽ വീട് വിട്ടിറങ്ങിയ ശിവസൂര്യ എങ്ങോട്ട് പോയെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കുട്ടിയെ കാണാതായ പ്രദേശത്തും പരിസരങ്ങളിലുമായി 100-ലേറെ കേന്ദ്രങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ച് പരിശോധിച്ചു. എന്നാൽ ഒരു ക്യാമറയിലും കുട്ടിയുടെ ദൃശ്യം കണ്ടെത്താനായിട്ടില്ല. കുട്ടി ഏതുവഴിയാണ് പോയതെന്നതിന് CCTV ദൃശ്യങ്ങൾ പോലും ഉത്തരം നൽകാത്തതാണ് അന്വേഷണത്തിൽ കൂടുതൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി ലോക്കൽ പോലീസ് നടത്തിയ അന്വേഷണത്തിന് പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. തലശ്ശേരി ASP ഡോക്ടർ നന്ദഗോപൻ്റെ നേതൃത്വത്തിലാണ് പുതിയ സംഘം അന്വേഷണം ഏറ്റെടുത്തത്. പാലക്കാട്, ബംഗളൂരു തുടങ്ങിയ നഗരങ്ങളിലും പോലീസ് പരിശോധന നടത്തിയിരുന്നു. വിവിധ ഭാഷകളിൽ കുട്ടിയുടെ ചിത്രവും വിവരങ്ങളും ഉൾപ്പെടെ നോട്ടീസുകളും പുറത്തിറക്കി. കുട്ടി കാശിയിലേക്ക് പോകുമെന്ന് കുറിപ്പിൽ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ പുതിയ അന്വേഷണ സംഘം കാശിയിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കും. CCTV ദൃശ്യങ്ങളിൽ പോലും കുട്ടിയുടെ സാന്നിധ്യം കണ്ടെത്താനാകാത്തത് കേസിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ ശിവസൂര്യയെ കണ്ടെത്താനുള്ള അന്വേഷണം കൂടുതൽ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കുകയാണ്. ശിവസൂര്യയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഉടൻ പോലീസിനെ അറിയിക്കണമെന്ന് അധികാരികൾ അഭ്യർത്ഥിച്ചു. ഓണക്കാല വിപണി ലക്ഷ്യമിട്ട് തലശ്ശേരിയിലെത്തിയ തെരുവോര കച്ചവടക്കാരെ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് തലശ്ശേരി നഗരസഭാ സ്റ്റേഡിയത്തിലേക്ക് മാറ്റാനുള്ള നഗരസഭയുടെ നീക്കത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. മുൻകൂട്ടി അറിയിക്കാതെയാണ് കച്ചവടക്കാരെ സ്റ്റേഡിയത്തിലേക്ക് മാറ്റാനുള്ള നീക്കം നടത്തുന്നതെന്നാണ് വ്യാപാരികളുടെ പരാതി. ഓണക്കാല കച്ചവടത്തിനായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം സാധനങ്ങളുമായി എത്തിയവരാണ് നഗരസഭയുടെ നടപടിയിൽ ആശങ്കയിലായത്. ഓണമോ വിഷുവോ ഉത്സവകാല വിപണി എന്നാൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടായി തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് തെരുവോര കച്ചവടക്കാരുടെ പ്രധാന കേന്ദ്രമാണ്. ഉത്സവ സീസണുകളിൽ ഇവിടെ ഇടം കണ്ടെത്താൻ കച്ചവടക്കാർക്കിടയിൽ ആരോഗ്യകരമായ മത്സരം പോലും ഉണ്ടാകാറുണ്ട്. നഗരസഭയ്ക്ക് കൃത്യമായി സ്ഥല വാടക നൽകിയാണ് ഓരോരുത്തരും ഇവിടെ കച്ചവടത്തിനുള്ള ഇടം കണ്ടെത്തുന്നത്. ഓണവിപണി ലക്ഷ്യമിട്ട് ഇത്തവണയും പതിവിലും നേരത്തെ നിരവധി തെരുവോര വ്യാപാരികൾ തലശ്ശേരിയിലെത്തിയിരുന്നു. എന്നാൽ ഇവരെ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് നഗരസഭാ സ്റ്റേഡിയത്തിലേക്ക് മാറ്റാനുള്ള നീക്കമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഇത് തങ്ങളുടെ ഉപജീവനത്തെ തന്നെ ബാധിക്കുമെന്നാണ് വ്യാപാരികളുടെ പക്ഷം. 30 വർഷത്തോളമായി ആഘോഷവേളകളിൽ തലശ്ശേരിയിലെത്തി കച്ചവടം നടത്തുന്ന സേലം സ്വദേശികളായ അരുണാചലം, ഷൺമുഖം, ഗുണശേഖരൻ എന്നിവർ നഗരസഭയുടെ തീരുമാനത്തിൽ കടുത്ത ആശങ്കയിലാണ്. കച്ചവടം ചെയ്യുന്നുണ്ട്. ഈ കൊല്ലം ഇവിടെ പഴയ ബസ് സ്റ്റാൻഡിൽ വെക്കാണ്ട ഇവിടെ പറഞ്ഞിട്ട് സ്റ്റേഡിയത്തിൽ കൊണ്ടുപോകണം പറഞ്ഞിട്ട് ഇവിടെ കച്ചവടക്കാർ കൊണ്ടുപോകും. പിന്നെ ആൾക്കാർ അങ്ങോട്ട് വരുന്നില്ല. അതപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. എന്താ ചെയ്യുന്നത്? നമ്മൾ ഒരുപാട് ദൂരത്തുനിന്ന് വന്നിട്ടുണ്ട്. പല
ലോഡ്ജിൻ്റെ വാടക, പിന്നെ ഹോട്ടൽ ഭക്ഷണത്തെ ചിലവ്, ഒരുപാട് ചിലവുണ്ട്. എല്ലാ ചിലവും പോകാൻ ഇപ്പോൾ കച്ചവടം ചെയ്യുന്നെങ്കിൽ നഷ്ടത്തിലെല്ലാം പോകും. എന്താ ചെയ്യുന്നറിയില്ല. ഇവിടുത്തെ മുനിസിപ്പാലിറ്റി പറയുന്നത് ഇവിടെ ബസ് സ്റ്റാൻഡിൽ വയ്ക്കേണ്ടെന്ന് പറഞ്ഞു. എന്താ ചെയ്യുന്നത്? ഞങ്ങൾ 10-30 വേണ്ടി പല സ്റ്റാൻഡ് ഇപ്പോൾ സ്ഥലം കിട്ടില്ല. അവർ സ്റ്റേഡിയത്തിൽ പോകാൻ പറഞ്ഞില്ല. സ്റ്റേഡിയത്തിൽ പോകണം അവർ കച്ചവടം നടക്കാതെ, അതിനുള്ള വേദനയിലുണ്ട്. ഏതെങ്കിലും സഹായിക്കണം. പഴയ ബസ് സ്റ്റാൻഡിൽ കച്ചവടം നടത്തിയാൽ ലഭിക്കുന്നത് പോലെ സ്റ്റേഡിയത്തിൽ ഉപഭോക്താക്കൾ എത്താൻ സാധ്യതയില്ലെന്നാണ് ഇവർ പറയുന്നത്. ഓണക്കാല വിപണി ലക്ഷ്യമിട്ട് വർഷങ്ങളായി തലശ്ശേരിയിലെത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെയും സ്ഥിതി വ്യത്യസ്തമല്ല. 26 വർഷമായി തലശ്ശേരിയിൽ എത്തുന്നുണ്ടെന്നും ഇത്തവണയും പഴയ സ്റ്റാൻഡിൽ കച്ചവടം നടത്താൻ അനുവദിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. കച്ചവടം നടക്കാതെ വന്നാൽ ഭക്ഷണം കഴിക്കാനുള്ള പണം പോലും കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് ഇവർ കണ്ണീരോടെ പറയുന്നു. हम लोग 26 ईयर हो गया सर तलचेरी को। हम लोग को पहले भी हम लोग को बोला नहीं गया सर विशु में कि यहाँ मत आओ सर। हम लोग पूरा सामान लेके कल बिहार से कलकत्ता से चेन्नई से सर तलचेरी आए हैं सर। हम लोग का खाने का भी पैसा नहीं है सर। हम लोग 15 आदमी 20 आदमी हम लोग यहाँ पे आए हैं सर। 26 ईयर हम लोग को हो गया है सर। बहुत रिक्वेस्ट किए सर, ये वर्ष हमको लगाने दीजिए। नेक्स्ट टाइम हम लोग सर नहीं आएंगे तलचेरी सर। 26 ईयर हम लोग का सर यहाँ पे हो गया है। 1-2 रुपया व्यापार भी नहीं सर। पानी अलग होता है सर, तारपाई भी नहीं बांध रहे हैं सर। बहुत मुश्किल हम लोग है सर। വാഹന പാർക്കിങ്ങിന് ആവശ്യമായ സൗകര്യമില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഈ വർഷം മുതൽ തെരുവോര കച്ചവടം സ്റ്റേഡിയത്തിലേക്ക് മാറ്റാൻ നഗരസഭ ശ്രമിക്കുന്നതെന്നാണ് വ്യാപാരികൾ പറയുന്നത്. നിലവിൽ ചുരുക്കം ചില കച്ചവടക്കാർ മാത്രമാണ് പഴയ ബസ് സ്റ്റാൻഡിൽ തെരുവോര കച്ചവടം നടത്തുന്നത്. നഗരസഭയുടെ അന്തിമ തീരുമാനം കാത്തിരിക്കുകയാണ് മറ്റുള്ളവർ. കൽക്കത്ത, ബംഗളൂരു, മൈസൂരു, ഈറോഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും കടം വാങ്ങിയും മറ്റും സാധനങ്ങൾ എത്തിച്ചവരാണ് പലരും. ഓണക്കാല കച്ചവടം മുന്നിൽ കണ്ട് വലിയ തുക മുടക്കി സാധനങ്ങൾ എത്തിച്ച സാഹചര്യത്തിൽ ഇത്തവണയെങ്കിലും പഴയ ബസ് സ്റ്റാൻഡിൽ തന്നെ കച്ചവടം നടത്താൻ അനുവദിക്കണമെന്നാണ് തിരുവില്ലാമല സ്വദേശി കൃഷ്ണന്റെ ആവശ്യം. 3 പതിറ്റാണ്ടോളമായി തലശ്ശേരിയിലെത്തുന്ന കൃഷ്ണനും നഗരസഭയുടെ നീക്കത്തിൽ ആശങ്കയിലാണ്. ഈ കൊല്ലം മുനിസിപ്പാലിറ്റി പറയുന്നത് ഇവിടെ കച്ചവടം ചെയ്യേണ്ട, വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനും ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാം സ്റ്റേഡിയത്തിലേക്ക് മാറണം എന്ന് പറയും. ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ അതേ സ്ഥാനത്ത് ഒരു മാസം മുമ്പിലാണെങ്കിൽ ഷെഡൊക്കെ കെട്ടി അവർ തരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മാറാൻ തയ്യാറായിരിക്കും. ഈ 4-5 ദിവസമുള്ള സമയത്ത് ഞങ്ങൾ അവിടെ മാറിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കച്ചവടത്തിന് നല്ലോണം ബാധിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ആ ഒരു മാറ്റത്തിന് ഒരു മാറ്റം വരണം എന്ന് ഞങ്ങളെല്ലാ കച്ചവടക്കാരും പറയും. അവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ച പോലെ കച്ചവടം നടക്കില്ല. ഞങ്ങൾ കണക്കാക്കിയിട്ട് ഈ തലശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ഉള്ളിലത്തെ ആളുകൾ വന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ബെഡ്ഷീറ്റുകളും സാധനങ്ങളും സെറ്റ് കൊണ്ടും മേടിക്കാൻ തുടങ്ങിയിട്ട് 10-25 വർഷം 30 വർഷമായി. ഈ ചളിക്കുണ്ടിൽ 2 തക്കാളിപ്പെട്ടി വെച്ചിട്ട് ഞങ്ങൾ 30 കൊല്ലം മുമ്പിൽ നിന്ന സ്ഥലമാണ്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇപ്പോൾ മാറണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുള്ളതാണ്. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ആധാർ കാർഡും ഫോട്ടോസ്റ്റാറ്റ് കോപ്പികളൊക്കെ ഒക്കെ മുനിസിപ്പാലിറ്റിയിലുണ്ട്. ഒരു മാസം മുമ്പിലേ അവർക്ക് അറിയിക്കുക. അങ്ങനെ 5 ദിവസം 3 ദിവസം ഒരു സ്റ്റേഡിയത്തിലെ പറ്റൂ. പിന്നെ മുമ്പിലേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ കൽക്കത്തയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും മൈസൂരിൽ നിന്നും ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നും അതേപോലെ തന്നെ ഈറോഡ്, സേലം, ദിണ്ടിക്കൽ അവിടെ നിന്നൊക്കെ വരുന്ന ആളുകൾ വന്നിട്ട് ഒരു ആഴ്ച മുകളിലായി 10 പൈസ ചെലവിനെ പോലും ഇല്ലാണ്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഇന്നാണ് അവിടെ പോയി ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ ഇട്ടോളി 2 ദിവസം കെട്ടുന്നവരെ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഭക്ഷണത്തിന് പോലും പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ ഇപ്പോൾ നിരത്തി വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് മാറുന്ന ഈ 4 ദിവസത്തിൽ ഞങ്ങൾ കെട്ടിത്തരാം, പബ്ലിസിറ്റി ചെയ്തു തരാം എന്നൊക്കെ പറയുന്നുണ്ട്. കടക്കാർ ബുദ്ധിമുട്ടാക്കും, മുനിസിപ്പാലിറ്റി അടുത്ത് പരാതി പറയും, വാഹനങ്ങളുടെ കാര്യം പറയും, ഞങ്ങളുടെ കാര്യം പറയും. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ളത് തന്നെയാണ്, പ്രത്യേകമായിട്ടൊന്നുമില്ല. പക്ഷെ ദയവ് ചെയ്ത് ഈ 4-5 ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഈ കൊല്ലം മാറ്റാൻ പാടില്ല. ഞങ്ങൾ ഇനി വരുന്നേ ഇല്ല. തലശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ ഉള്ളിൽ ഞങ്ങൾ കച്ചവടത്തിന് ആരും വരുന്നില്ല. ഇത് സങ്കടപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഞങ്ങളെല്ലാവരും കൂടി എല്ലാം 10-50 കച്ചവടക്കാരുണ്ട്. ഞങ്ങളുടെ സങ്കടം മുനിസിപ്പാലിറ്റി ഒന്ന് പരിഹരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവർ ഹിന്ദിക്കാരുണ്ട്, മലയാളികളുണ്ട്, പിന്നെ തമിഴന്മാരുണ്ട്. അവർക്കൊന്നും അറിയാത്തത് കൊണ്ട് അവരെല്ലാവരും സങ്കടം നമ്മുടെ കൂടെ ബോധിപ്പിക്കുന്നത് കൊണ്ടാണ് ഞാൻ എൻ്റെ എല്ലാവരും കൂടി കാര്യം ഞാൻ പറയുന്നത്. ഉത്സവകാലത്ത് മാത്രം ലഭിക്കുന്ന വരുമാനം കൊണ്ട്
വർഷം മുഴുവൻ കുടുംബം പുലർത്തുന്നവരാണ് പല തെരുവോര കച്ചവടക്കാരും. അതിനാൽ കച്ചവട കേന്ദ്രം മാറ്റുന്നത് തങ്ങളുടെ വരുമാനത്തെ നേരിട്ട് ബാധിക്കുമെന്നാണ് ഇവരുടെ വാദം. അതേസമയം നഗരത്തിലെ ഗതാഗതക്കുരുക്കും വാഹന പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടതുണ്ടെന്ന നിലപാടിലാണ് നഗരസഭ. നഗരസഭയുടെ തീരുമാനം തങ്ങളുടെ ഉപജീവനമാർഗത്തെ ബാധിക്കാത്ത തരത്തിലാകണമെന്നാണ് തെരുവോര കച്ചവടക്കാരുടെ ആവശ്യം. ഓണക്കാലത്ത് തലശ്ശേരിയിലെത്തുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് സൗകര്യപ്രദമായി സാധനങ്ങൾ വാങ്ങാനും തങ്ങൾക്ക് കച്ചവടം നടത്താനും കഴിയുന്ന തരത്തിൽ പഴയ ബസ് സ്റ്റാൻഡിൽ തന്നെ ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. നഗരസഭയുടെ അന്തിമ തീരുമാനം എന്താകുമെന്ന പ്രതീക്ഷയിലാണ് ഓണക്കാല വിപണിക്കായി തലശ്ശേരിയിലെത്തിയ തെരുവോര കച്ചവടക്കാർ. പെരിങ്ങാടി റെയിൽവേ ഗേറ്റിലെ യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ന്യൂമാഹിയിൽ ജനകീയ കൺവെൻഷൻ. തലശ്ശേരി മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമായതോടെ വാഹനത്തിരക്ക് വർദ്ധിക്കുകയും ട്രെയിനുകൾ തുടർച്ചയായി കടന്നുപോകുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പെരിങ്ങാടി റെയിൽവേ ഗേറ്റിലെ യാത്രാ ദുരിതം രൂക്ഷമായത്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ന്യൂമാഹി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കൺവെൻഷൻ തലശ്ശേരി MLA കാരായി രാജൻ ഉദ്ഘാടനം ചെയ്തു. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കുമെന്നും MLA പറഞ്ഞു. രൂക്ഷമായ ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കുന്ന പെരിങ്ങാടി റെയിൽവേ ലെവൽ ക്രോസിലെ യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടാണ് ന്യൂമാഹിയിൽ ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. തലശ്ശേരി മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമായതോടെ ന്യൂമാഹി ചൊക്ലി PWD റോഡ് വഴി കടന്നുപോകുന്ന വാഹനങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതോടൊപ്പം തുടർച്ചയായി ട്രെയിനുകൾ കടന്നു പോകുന്നതും മാഹി റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് തന്നെ ആയതും വലിയ പ്രയാസങ്ങളാണ് സൃഷ്ടിക്കുന്നത്. പെരിങ്ങാട് റെയിൽവേ ഗേറ്റിലെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണം എന്നാവശ്യവുമായാണ് ന്യൂമാഹി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കോടിയേരി ബാലകൃഷ്ണൻ ഓപ്പൺ സ്റ്റേജിൽ വെച്ച് കാരായി രാജൻ MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സൗകര്യങ്ങളുള്ള ഒരു വഴിയാണിത്. ഒരു വലിയ സ്റ്റേറ്റ് പാതയെ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു വഴിയിലാണ് നമുക്ക് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഉടലെടുത്തു വരുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ എന്നുള്ള നിലയിൽ സ്ഥിരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം, പഞ്ചായത്തിൻ്റെയും ജനപ്രതിനിധികളുടെയൊക്കെ നേതൃത്വത്തിൽ സ്ഥിരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം, അത് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി തൊട്ട് താഴെ വരെയുള്ള ആളുകളെ, ബന്ധപ്പെട്ട നേതാക്കന്മാരെ, ഭരണാധികാരികളെ ഒക്കെ കണ്ട് മുട്ടാവുന്ന വാതിലുകളൊക്കെ മുട്ടി നമുക്കിവിടെ ഒരു ഈ ഒരു പാലം ഉണ്ടാവണം, യാത്രാക്ലേശം പരിഹരിക്കണം എന്നതിനു വേണ്ടിയുള്ള നിരന്തരമായ പരിശ്രമമാണ് ഉണ്ടാവേണ്ടത്. അങ്ങനെ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതും ആലോചിക്കേണ്ടതുണ്ട്. MP അടക്കമുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തി ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും എല്ലാം ചേർന്നുള്ള സംഘം, ഒരു പ്രതിനിധി സംഘം ആവശ്യമാണെങ്കിൽ പ്രധാനമന്ത്രി തൊട്ടുള്ള എല്ലാ ആളുകളെയും, റെയിൽവേ മന്ത്രി, പ്രധാനമന്ത്രി അടക്കമുള്ള മുഴുവൻ ആളുകളെയും സമീപിക്കണം. കേരള മുഖ്യമന്ത്രിയെ നമുക്ക് ഇതിൽ ഇടപെടുത്തിക്കാൻ സാധിക്കണം. അവരെയും പോയി കാണേണ്ടതുണ്ട്. അങ്ങനെ തുടർച്ചയായ ഒരു സമ്മർദ്ദം, ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പോകാൻ ആവശ്യമായുള്ള ഒരു കമ്മിറ്റി, ഒരു ടീമിനെ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ന്യൂമാഹി പഞ്ചായത്ത് പ്രസിഡന്റ് അർജുൻ പവിത്രൻ അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MK സെയ്തു, KM സുഗിനേഷ്, TH അസ്ലം, CK പ്രകാശൻ, PC റിസാൽ, VK അനീഷ് ബാബു, കണ്ട്യൻ സുരേഷ് ബാബു, അനീഷ് കൊള്ളുമൽ എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം P പ്രസന്ന, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK റീജ, ന്യൂമാഹി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TA ഷർമിരാജ്, പഞ്ചായത്ത് മെമ്പർമാരായ PP ഹസീന, BK സുനിത, വൈശാഖ് മുരളീധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പെരിങ്ങാടി റെയിൽവേ ഗേറ്റിലെ യാത്രാ ദുരിതം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ജനകീയ കമ്മിറ്റിക്കും രൂപം നൽകി. വഖഫ് ബോർഡിനെ അട്ടിമറിക്കാൻ സർക്കാർ കേന്ദ്ര വഖഫ് നിയമത്തെ മറയാക്കുകയാണെന്ന് സമസ്ത സെക്രട്ടറി മുക്കം ഉമർ ഫൈസി ആരോപിച്ചു. നാഷണൽ ലീഗ് തലശ്ശേരിയിൽ സംഘടിപ്പിച്ച വഖഫ് സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാർ പാസാക്കിയ പുതിയ വഖഫ് നിയമത്തിലെ സംസ്ഥാന വഖഫ് ബോർഡിൽ 2 മുസ്ലിം ഇതരാംഗങ്ങളെ ഉൾപ്പെടുത്തണമെന്ന വ്യവസ്ഥ ചോദ്യം ചെയ്ത് ഇടത് സർക്കാർ സുപ്രീം കോടതി നൽകിയ കേസിനെ പോലും തകിടം മറിക്കുന്ന നിലപാടാണ്
UDF സർക്കാരിന്റെ അഭിഭാഷകൻ കോടതിയിൽ സ്വീകരിച്ചതെന്ന് മുക്കം ഉമ്മർ ഫൈസി പറഞ്ഞു. സമുദായ താൽപര്യത്തെക്കാൾ സ്വാർത്ഥ താൽപര്യങ്ങൾക്കും രാഷ്ട്രീയ നേട്ടങ്ങൾക്കുമാണ് ലീഗ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രാധാന്യം നൽകുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അല്ലെങ്കിൽ അന്നുള്ളവരൊക്കെ ഒരച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നീടുള്ളവർക്ക് വിഷമങ്ങൾ ഉണ്ടാകുമ്പം ഇതുപോലെ ഇന്നത്തെ കാലത്ത് ഇറാഖൊക്കെ പിടിച്ചതുപോലെ പിടിക്കുന്നൊരു സന്ദർഭമൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ വരുമ്പം വിഷമിക്കൂലേ? അതുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ കാര്യം കണക്കിലെടുത്തുകൊണ്ടാണ് വഖഫ് വെച്ചിരിക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ശരിക്കു പറഞ്ഞാൽ സോഷ്യലിസം, ഇസ്ലാമിലെ വലിയ ഒരു സോഷ്യലിസമാണത്. എല്ലാവർക്കും സ്വത്ത് ഒരുത്തിൽ കുന്നിച്ചു കൂടാതെ കുന്നായി കൂടാതെ എല്ലാവരിലേക്കും എത്തുന്ന രൂപത്തിലുള്ള ഒരു വിതരണത്തിൻ്റെ സമ്പ്രദായമാണ് വഖഫ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വഖഫായ സ്വത്ത് നഷ്ടപ്പെട്ടാൽ, ആരെങ്കിലും അന്യാധീനപ്പെടുത്തിയാൽ അത് ഈ മുസ്ലിം ഉമ്മത്തിനോട് ചെയ്യുന്ന കടുത്ത അനീതിയാണ്. ഒരാളുടെ സ്വത്ത് അപഹരിച്ചാൽ അത് അയാളുമായിട്ടുള്ള ബന്ധമേ ഉള്ളൂ. അല്ലാതെ പള്ളീൻ്റെ സ്വത്ത് അല്ലെങ്കിൽ ഇതുപോലെ വഖഫാക്കി ഒരു സ്വത്തെടുത്ത് കഴിഞ്ഞാൽ അത് ഈ വഖഫാക്കുന്ന ആളെ ഉദ്ദേശം തന്നെ പരലോകത്തിൽ അതിൻ്റെ ഉറവ കിട്ടിക്കൊണ്ടിരിക്കാനാണ്. അത് നിലനിൽക്കണമല്ലോ. നിലനിൽക്കുമ്പോഴല്ല, ഉദ്ദേശത്തോടുകൂടി നിലനിൽക്കുമ്പോഴല്ലേ അതിൻ്റെ ഉറവ, അതിൻ്റെ ഗുണം ഖബറിലും അതുപോലെ മഹശറയിലൊക്കെ അവന് ആവശ്യമായ സ്ഥലത്തൊക്കെ അതിന് കിട്ടുള്ളൂ. അതാണ് ഉദ്ദേശിക്കുന്നത്. UDFന്റെയും മുസ്ലിം ലീഗിന്റെയും സമുദായ വഞ്ചന തുറന്നു കാട്ടാൻ വിശാല സൗഹൃദ കൂട്ടായ്മയ്ക്ക് നാഷണൽ ലീഗ് നേതൃത്വം നൽകുമെന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ AP അബ്ദുൽ വഹാബും പറഞ്ഞു. കോഴിക്കോട് നടന്ന വഖഫ് കോൺക്ലേവിന്റെയും തലശ്ശേരിയിലെ വഖഫ് സമിറ്റിന്റെയും ലക്ഷ്യം ഇതാണെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ സംഘടനാ നേതാക്കളായ പ്രൊഫസർ UC അബ്ദുൽ മജീദ്, അഡ്വക്കേറ്റ് ഷബീർ, അബ്ദുൽ ഖാദർ കാരന്തൂർ, അബ്ദുൽ സാലിഹ് കണ്ണൂർ തുടങ്ങിയവർ സംസാരിച്ചു. സിറാജ് തയ്യൽ അധ്യക്ഷനായി. KT സമീർ സ്വാഗതവും KP യൂസഫ് നന്ദിയും പറഞ്ഞു. തലശ്ശേരിയിൽ നഗരസഭാ കൗൺസിലറുടെ നേതൃത്വത്തിൽ റോഡിലെ കുഴികൾ അടച്ചു. നഗരസഭയിലെ 2ാം ഗേറ്റ് മുതൽ സൈദാർപള്ളി വരെയും കാന്തലാട്ട് പള്ളിക്ക് മുന്നിലും കൊട്ടിയൂർ ദേവസ്വത്തിന് മുന്നിലുമുള്ള റോഡിലെ കുഴികളാണ് അടച്ചത്. റോഡിലെ കുഴികൾ നികത്താൻ മുൻകൈയെടുത്ത് വാർഡ് കൗൺസിലർ. തലശ്ശേരി നഗരസഭയിലെ 2ാം ഗേറ്റ് മുതൽ സൈദാർപള്ളി വരെയും കാന്തലാട്ട് പള്ളിക്ക് മുന്നിലും കൊട്ടിയൂർ ദേവസ്വത്തിന് മുന്നിലുമുള്ള റോഡിലെ കുഴികളാണ് വാർഡ് കൗൺസിലർ A ശർമിളയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നികത്തിയത്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് N അഷ്റഫ്, VV ഷുഹൈബ്, S ഹൈമ, CK അർബാസ്, T സൻഫിർ, T ചിന്മയ് മാസ്റ്റർ, ലിജോ ജോൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. തലശ്ശേരി നഗരസഭയിലെ പല റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് കുഴികളായി ഗർത്തങ്ങളായിട്ടാണുള്ളത്. അപ്പം അതിനെതിരെ നമ്മൾ കൗൺസിൽ മീറ്റിങ്ങിൽ പലതവണ ആവർത്തിച്ചിട്ട് പറഞ്ഞിട്ടും അതിനെതിരെ യാതൊരു പരിഹാരവും നടപടിയും ഉണ്ടായിട്ടില്ല. സാധാരണയായിട്ട് ഉത്സവങ്ങൾ പ്രമാണിച്ച്, അതായത് അവിടെ നമ്മുടെ തിരുവങ്ങാട് ക്ഷേത്രമോ ജഗന്നാഥ ക്ഷേത്രമോ ഒക്കെ ഉൾപ്പെടുന്ന ഒരു റോഡുകളാണ് അവിടെ മുഴുവനും. അപ്പം കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ഞാൻ കൗൺസിൽ മീറ്റിങ്ങിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഉത്സവത്തോടനുബന്ധിച്ച് ആ റോഡുകളിൽ ചെറിയ രീതിയിലെങ്കിലും പേച്ചുവാർത്ത നടത്തണമെന്നുണ്ട്. പക്ഷേ ഇതുവരെ അത് നടത്തിയില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ അത് വലിയൊരു ഗർത്തമായി രൂപപ്പെട്ടുകൊണ്ട് പല അപകടങ്ങളും കഴിഞ്ഞ ആഴ്ചയായി ബൈക്ക് യാത്രക്കാരൊക്കെ അതിലേക്ക് കുഴിയിലേക്ക് വീഴുന്ന ഒരവസ്ഥയും പല അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളുടെ പരാതികൾ, ജനങ്ങൾ ഞങ്ങളെ വിളിച്ച് പറയുന്ന പരാതികൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയും ഞങ്ങൾ ബന്ധപ്പെട്ടവരുമായി സംസാരിച്ചെങ്കിലും ഇപ്പോൾ പെട്ടെന്നൊന്നും യാതൊരു പരിഹാരം നടത്താൻ കഴിയില്ല എന്ന ഒരു അറിയിപ്പ് നമുക്ക് കിട്ടിയതിനെ തുടർന്നാണ് നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ രീതിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും കൂടി അണിനിരത്തി നമ്മൾ ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. കണ്ണൂരിന്റെ കറപുരണ്ട രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പിന്നാമ്പുറ കഥകൾ പറയുന്ന ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകം മുംബൈയിലും വായനക്കാരെ തേടിയെത്തി. മുംബൈ മലയാള പ്രചാരസഭയുടെയും കൈരളി ബുക്സിന്റെയും നേതൃത്വത്തിൽ ചെമ്പൂർ ആദർശ വിദ്യാലയ ഓഡിറ്റോറിയത്തിൽ നടന്ന സാംസ്കാരികോത്സവത്തിലും പുസ്തകമേളയിലുമാണ് മാധ്യമപ്രവർത്തകൻ നവാസ് മേത്തർ രചിച്ച പുസ്തകം ശ്രദ്ധേയമായത്. കൈരളി ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ 5ാം പതിപ്പാണ് നിലവിൽ വിപണിയിലുള്ളത്. മാധ്യമപ്രവർത്തകൻ നവാസ് മേത്തർ രചിച്ച ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകം മുംബൈയിലും പ്രകാശനം ചെയ്തു. മുംബൈ മലയാള പ്രചാരസഭയുടെയും കൈരളി ബുക്സിന്റെയും നേതൃത്വത്തിൽ ചെമ്പൂർ ആദർശ വിദ്യാലയ ഓഡിറ്റോറിയത്തിൽ നടന്ന സാംസ്കാരികോത്സവത്തിലും പുസ്തകമേളയിലുമാണ് ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകം പ്രകാശനം ചെയ്തത്. കൈരളി ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ 5ാം പതിപ്പാണ് ഇപ്പോൾ വിപണിയിൽ ഉള്ളത്. മുംബൈ പുസ്തകോത്സവത്തിൽ ആ താലിമാലയുടെ ആദ്യ വിൽപ്പന പ്രമുഖ വ്യവസായിയും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖനും KMCC മഹാരാഷ്ട്ര ജനറൽ സെക്രട്ടറിയുമായ KP അബ്ദുൽ ഗഫൂർ നിർവഹിച്ചു.
കൈരളി ബുക്സ് മാനേജിംഗ് ഡയറക്ടർ അശോക് കുമാറിൽ നിന്നും അബ്ദുൾ ഗഫൂർ പുസ്തകം ഏറ്റുവാങ്ങി. സാംസ്കാരികോത്സവത്തിന്റെയും പുസ്തകമേളയുടെയും ഉദ്ഘാടനം എഴുത്തുകാരൻ പി സുരേന്ദ്രൻ നിർവഹിച്ചു. മുംബൈയിലെ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. കേരള റിപ്പോർട്ടേഴ്സ് ആൻഡ് മീഡിയ പേഴ്സൺസ് യൂണിയൻ ജില്ലാ പ്രതിനിധി സമ്മേളനം ന്യൂമാഹി ഹിറ സോഷ്യൽ സെന്ററിൽ നടന്നു. നിരവധി അംഗങ്ങൾ പങ്കെടുത്തു. ഉദ്ഘാടനവും ആദര സമർപ്പണവും അഡ്വക്കേറ്റ് അശോക് കുമാർ MLA നിർവഹിച്ചു. ഒരു പത്രധർമ്മം എന്നുള്ളത് തന്നെ ഒരു രാജ്യത്തിൻ്റെ ശരിയായ പ്രതിപക്ഷമാണ്. നമുക്ക് രാജ്യത്തെ എങ്ങനെ മുന്നോട്ട് ശരിയായ രീതിയിൽ നയിക്കാം എന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശം ഇന്ന് പത്രക്കാർക്കാണ്. പത്രക്കാർക്ക് തന്നെ രണ്ട് വിധത്തിൽ ന്യൂസ് കൊടുക്കാം. ഒന്ന് നമ്മൾക്ക് കിട്ടിയ അറിവ് വെച്ചിട്ടുള്ള ന്യൂസ്, പിന്നെയുള്ളത് ആ വാർത്ത ശരിയാണോ എന്ന് ശരിക്കും കൃത്യമായി പഠിച്ചതിന് ശേഷം കൊടുക്കുന്ന ന്യൂസുകൾ. പലപ്പോഴും നമ്മുടെ ന്യൂസുകൾ ചില ഘട്ടങ്ങളിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് വാർത്തകൾ വരുന്നുണ്ട്. മറിച്ച് നമ്മുടെ പത്രപ്രവർത്തനങ്ങളും പത്രത്തിൽ വന്ന ന്യൂസുകൾ കൊണ്ട് തന്നെ പാവപ്പെട്ട ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ട അവസ്ഥയുണ്ട്. പ്രസിഡന്റ് NV അജയകുമാർ പതാക ഉയർത്തി. KRMU ജില്ലാ പ്രസിഡന്റ് V അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിലെ പ്രതിഭകളും പുരസ്കാര ജേതാക്കളുമായ ചെമ്പ്ര ഗവൺമെന്റ് LP സ്കൂൾ പ്രധാനാധ്യാപിക AV സിന്ധു, കാർഷിക ഗവേഷണത്തിലുള്ള അവാർഡ് നേടിയ മാഹിയിലെ ഹസീന ദാസ്കർ, റാങ്ക് ജേതാവ് പുന്നോലിലെ KP ഹൈഫ നൌഫൽ, വേൾഡ് കരാത്തെ കോച്ചായി തിരഞ്ഞെടുക്കപ്പെട്ട സെൻസൈ K വിനോദ് കുമാർ, മാധ്യമപ്രവർത്തക PK അഭിഷ അനൂപ്, ജൻവാണി FM ഡയറക്ടർ നിർമ്മൽ മാഹി എന്നിവരെ ആദരിച്ചു. KRMU സംസ്ഥാന പ്രസിഡന്റ് മനു ഭരത് മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അർജുൻ പവിത്രൻ മുഖ്യാതിഥിയായി. C ദാസൻ, V സുലൈമാൻ ഹാജി എന്നിവരുടെ ഫോട്ടോകൾ വന്യജീവി ഫോട്ടോഗ്രാഫർ അസീസ് മാഹി അനാച്ഛാദനം ചെയ്തു. മയ്യഴിയുടെ ചരിത്രകാരൻ CH ഗംഗാധരനെ അദ്ദേഹം അനുസ്മരിച്ചു. അടൽജി സേവാ ട്രസ്റ്റ് പ്രസിഡന്റ് A ദിനേശൻ, COA മാഹി മേഖലാ സെക്രട്ടറി K രഞ്ജിത്ത്, AV സിന്ധു, CH സെന്റർ മാഹി പ്രസിഡന്റ് AV യൂസഫ്, മുൻ സംസ്ഥാന സമിതി അംഗം ഉസീബ് ഉമലിൽ, മേഖലാ ഭാരവാഹികളായ NV അജയകുമാർ, കാർത്തോ വിജയ്, പ്രശാന്ത് കരിയാട്, ആന്റണി റോമി, PK സജീവ് എന്നിവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനത്തിൽ പ്രാദേശിക പത്രപ്രവർത്തകർക്ക് യൂണിയന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ KRMU സംസ്ഥാന പ്രസിഡന്റ് മനു ഭരത് ക്ലാസ് എടുത്തു. വിഷൻ 2027 എന്ന വിഷയത്തിൽ സംസ്ഥാന ഫിനാൻസ് സെക്രട്ടറി രഗീഷ് രാജ ക്ലാസ് അവതരിപ്പിച്ചു. ഭാരവാഹികളായ സന്ദീപ് കണ്ണാടിപ്പറമ്പ്, ജെയിംസ് ഇടപ്പള്ളിൽ ചെറുപുഴ, ഉർമീസ് തൃക്കരിപ്പൂർ, റാസി പട്ടാമ്പി, V അബ്ദുൾ റഷീദ് എന്നിവർ സംസാരിച്ചു. സാഹിത്യരംഗത്ത് പുതിയൊരു ചുവടുവെപ്പുമായി ഗ്രീൻ തൂലിക പബ്ലിക്കേഷൻസ് പ്രവർത്തനം ആരംഭിക്കുന്നു. പ്രസാധന രംഗത്തേക്ക് പുതുമുഖ എഴുത്തുകാർക്കും മികച്ച രചനകൾക്കും അവസരമൊരുക്കുകയാണ് ലക്ഷ്യം. ഗ്രീൻ തൂലിക പബ്ലിക്കേഷൻസിന്റെ ഉദ്ഘാടനം മലയാള സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖനായ TKD മുഴപ്പിലങ്ങാട് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുതിയൊരു ചുവടുവെപ്പുമായി ഗ്രീൻ തൂലിക പബ്ലിക്കേഷൻ ആരംഭിക്കുകയാണ്. തലശ്ശേരി മഞ്ഞോടിയിലാണ് ആരംഭിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പുസ്തക പ്രകാശനവും അവാർഡ് ദാനവും സാഹിത്യകാരന്മാരെ ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. ആഗസ്റ്റ് 28 രാവിലെ 10 മഞ്ഞോടി പെരിങ്കളത്തെ ലയൺസ് ക്ലബ്ബ് ഹാളിലാണ് പുസ്തക പ്രകാശനവും പുരസ്കാര സമർപ്പണ ചടങ്ങും നടക്കുക. സാഹിത്യരംഗത്തെ പ്രമുഖരായ ദിനേശ് പെരിങ്ങാടി, സനീഷ് അച്ഛത്ത് എന്നിവർ പങ്കെടുക്കും. ചടങ്ങിൽ ഗ്രീൻ തൂലിക സാഹിത്യ പുരസ്കാരം 2026 മാഹി എക്സൽ പബ്ലിക് സ്കൂൾ അധ്യാപകനും എഴുത്തുകാരനുമായ റിജേഷ് രാജന് സമ്മാനിക്കും. എൻ്റെ ഹൃദയത്തുടിപ്പുകൾ എന്ന കവിതാ സമാഹാരത്തിനും സാഹിത്യരംഗത്തെ സംഭാവനകൾക്കുമാണ് പുരസ്കാരമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കേരളത്തിലെ വിവിധ ജില്ലയിൽ നിന്നും നമുക്ക് രചനകൾ സ്വീകരിച്ചിട്ട് ആണ് ഈ പുസ്തകം പുറത്തിറക്കുന്നത്. 2026 ഓഗസ്റ്റ് 28 രാവിലെ 10 മണിക്ക് മഞ്ഞോടി പെരിങ്ങളത്തെ ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ വെച്ചിട്ടാണ് അവാർഡ് ദാനം ചെയ്യുന്നത്. ഗ്രീൻ തൂലിക യുവ പ്രതിഭാ പുരസ്കാരം ജോമൻ സെബാസ്റ്റ്യനും സമ്മാനിക്കും. എൻ്റെ വഴിയോര കാഴ്ചകൾ എന്ന കൃതിയിലെ സാഹിത്യ മികവും പ്രവർത്തനങ്ങളും പരിഗണിച്ചാണ് പുരസ്കാരമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ പ്രജിന ഷൈനീഷ്, PK ഷൈനീഷ്, CK ജിജിൻ രാജ്, K ഐഷർജ്, രാജേഷ് പന്തലം, ബിജു ചങ്ങന്നൂർ എന്നിവർ പങ്കെടുത്തു.
വെസ്റ്റ് നെടുമ്പ്രം ഇല്ലത്ത് പീടിക ശ്രീനാരായണ ഗുരു സാംസ്കാരിക കേന്ദ്രം ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ 172ാമത് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷത്തിന് തുടക്കമായി. 3 ദിവസങ്ങളിലായാണ് ജയന്തി ആഘോഷം നടക്കുന്നത്. ശ്രീനാരായണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി മലബാർ ക്യാൻസർ സെന്ററിലേക്ക് രക്തദാനം നടത്തി. മെഡിനോവ ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെ സഹകരണത്തോടെ നടത്തിയ രക്തദാന രക്തനിർണയ ക്യാമ്പിന്റെ ഉദ്ഘാടനം ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ അനൂപ് നിർവഹിച്ചു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടർന്നേറ്റെടുക്കുന്നതിനു വേണ്ടി ആളുകൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇന്നവിടെ കേരളം പോലെ മാറ്റങ്ങൾക്ക് വേണ്ടി അവിടെ ഇപ്പോൾ ഇടപെടൽ നടത്തുന്നത്. ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, വാഗ്ഭടാനന്ദൻ തുടങ്ങിയ ആളുകൾ ജാതിയും മതവും നോക്കാതെയാണ് ഇടപെടൽ നടത്തുന്നത്. ക്രിസ്തീയ മതത്തിൽപ്പെട്ട ആളാണ്. ഗുരുവിനോടൊപ്പം പരിവർത്തനത്തിന് വേണ്ടി ഇടപെടൽ നടത്തിയ ആളാണ് പൊയ്കയിൽ യോഹന്നാൻ. മുസ്ലിം മതത്തിലെ അനീതിക്കെതിരെ ചോദ്യം ചെയ്ത ആളാണ് ബാഫക്കിത്തങ്ങൾ, മക്കിത്തങ്ങൾ. അതാണ് നമ്മൾ കാണേണ്ടത്. ജാതിയോ മതമോ നോക്കി ആളുകളെ വേർതിരിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ ആരെങ്കിലും വരുമ്പോൾ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കണം, 125 കൊല്ലം മുമ്പേ ജാതിയും മതവും നോക്കാതെ ഓരോ മതത്തിലെയും തൊട്ടുകൂടായ്മക്കെതിരെയും അതുപോലെ തന്നെ നാടിന്റെ പരിവർത്തനത്തിനും വേണ്ടി ജാതിയും മതവും നോക്കാതെ ഇടപെടൽ നടത്തിയ ഒരു കാലമുണ്ടായിരുന്നു എന്ന് ഈ നാട്ടിലെ പുതിയ തലമുറയെ ഓർമ്മപ്പെടുത്താൻ നമുക്ക്. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് അംഗം കെ.പി. ജിൻസി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മോഹൻ ദോസ് ക്യാമ്പ് വിശദീകരിച്ചു. വാർഡ് അംഗം പി. ജയചന്ദ്രൻ സംസാരിച്ചു. വനിതാവേദി സെക്രട്ടറി വി. അരുണിമ സ്വാഗതവും വൈസ് പ്രസിഡന്റ് പ്രീജ ഷില്ലീസ് നന്ദിയും പറഞ്ഞു. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്ത് രക്തദാനം നടത്തി. വായനയുടെ പുതുലോകം തുറക്കുക എന്ന സന്ദേശവുമായി തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ വായനശാലകളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന വീട്ടുമുറ്റ പുസ്തക ചർച്ചയ്ക്ക് പിണറായിയിൽ തുടക്കമായി. പിണറായി വെസ്റ്റ് മാധവൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ പ്രണവം വീട്ടുമുറ്റത്താണ് ചർച്ച നടന്നത്. ചടങ്ങിൽ കുഞ്ഞിരാമൻ രചിച്ച എതിരി എന്ന പുസ്തകത്തെക്കുറിച്ച് എഴുത്തുകാരി വി. റീന ആസ്വാദനം നടത്തി. പഠിക്കുന്നത് പോലെ, ഗുരുവിനെ പഠിക്കുന്നത് പോലെ, അയ്യങ്കാളിയെ പഠിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഈ സമീപകാലത്ത് വന്നിട്ടുള്ള ഏത് വ്യക്തിയെക്കുറിച്ചും EMSനെ കുറിച്ച് പഠിക്കുന്നത് പോലെ ഒക്കെ നമ്മൾ പഠിക്കേണ്ട, നമ്മുടെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പേരാണ് കുഞ്ഞാമൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് തന്നെ എതിര് എന്നാണ്. എതിര് ഓപ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മകഥ ആണ് അദ്ദേഹം. വായനശാല പ്രസിഡന്റ് കെ.പി. രാമകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി. തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി. പ്രദീപൻ, വായനശാല സെക്രട്ടറി കെ. സനിൽകുമാർ, എൻ. ഷാനവാസ് എന്നിവർ സംസാരിച്ചു. വായനശാലകളെ വീടുകളിലേക്കും കുടുംബങ്ങളിലേക്കും കൂടുതൽ അടുപ്പിച്ച് വായനയുടെ പുതുവസന്തം തീർക്കുകയാണ് വീട്ടുമുറ്റ പുസ്തക ചർച്ചകളിലൂടെ ലക്ഷ്യമിടുന്നത്. തലശ്ശേരി വെൽഫെയർ അസോസിയേഷൻ കുവൈത്തിന്റെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യദിനം തലശ്ശേരി പിലാക്കുൽ മദ്രസത്തുൽ ഇസ്ലാമിയ LP സ്കൂളിൽ ആഘോഷിച്ചു. സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ TWA ഭാരവാഹികളും അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പങ്കെടുത്തു. കുവൈറ്റിലെ മലയാളികളുടെ കൂട്ടായ്മയായ തലശ്ശേരി വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ തലശ്ശേരി പിലാക്കുൽ മദ്രസത്തുൽ ഇസ്ലാമിയ LP സ്കൂൾ വെച്ച് സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു. TWA കുവൈത്ത് ഭാരവാഹികളായ CN അഷ്റഫ്, മുഹമ്മദ് അലി, PP ഫൈസൽ, Y യാസിർ, വനിതാ വിംഗ് ഭാരവാഹികളായ സെനീറ അഷ്റഫ്, ഫൗസിയ മുഹമ്മദ് അലി, സ്കൂൾ ഹെഡ് മിസ്ട്രസ് K. ഹസ്ന, മാനേജർ അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. മദ്യം, മയക്കുമരുന്ന്, മലിനീകരണ വിപത്തിനെതിരെ എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. വടക്കുംപാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കാരായി രാജൻ MLA ഉദ്ഘാടനം ചെയ്തു. മദ്യം, മയക്കുമരുന്ന്, മലിനീകരണ വിപത്തിനെതിരെ എരഞ്ഞോളി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. വടക്കുംപാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കാരായി രാജൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇതിനെതിരായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വലിയ പദ്ധതി, ഒരു നയരേഖ തയ്യാറാക്കിക്കൊണ്ട് പഞ്ചായത്ത് മുന്നോട്ട് വരികയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് പഞ്ചായത്തിൻ്റെ ജനകീയ കൺവെൻഷനാണ്. ഈ ജനകീയ കൺവെൻഷനിൽ യഥാർത്ഥത്തിൽ ആരാണ് വരേണ്ടിയിരുന്നത്, അങ്ങനെ യഥാർത്ഥത്തിൽ വരേണ്ടിയിരുന്നവർ ഈ കൺവെൻഷനിൽ എത്തുന്നില്ല. അപ്പോൾ നമ്മളെവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്ന കാര്യം ഈ കൺവെൻഷൻ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. യുവതലമുറയിൽ നിന്നാണ്, യുവതലമുറയെയാണ്, ചെറുപ്പക്കാരെയാണ് ഇതിൻ്റെ വാര്യന്മാരായി
ഭടന്മാരായി നമ്മൾ അണിനിരത്തേണ്ടത്. അവരാണ് വാർഡിലും ഓരോ അയൽക്കൂട്ടങ്ങളിലും ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. നമുക്ക് വേണ്ടത് അവരാണ്, നമ്മൾ ഇടപെടേണ്ടതും അവരിലാണ്. അവരാണ് ഇതിൻ്റെ ഭടന്മാരായി മാറേണ്ടത്. അവരിലൂടെയാണ് ആ തലമുറയിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ അപകടകരമായ വഴികൾ, അതിൻ്റെ വിഷയങ്ങളൊക്കെ ഇവിടെ. ജനകീയ കൺവെൻഷൻ ചെയർമാൻ മുകുന്ദൻ മഠത്തിൽ കർമ്മപദ്ധതി അവതരിപ്പിച്ചു. എരഞ്ഞോളി പഞ്ചായത്ത് പ്രസിഡന്റ് കാട്ടിത്ത് പ്രകാശൻ അധ്യക്ഷനായി. റിട്ടയർഡ് എക്സൈസ് ഓഫീസർ KP കരുണാകരൻ പ്രഭാഷണം നടത്തി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം AK ശോഭ, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MP ശ്രീഷ, എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ MK പ്രസന്ന, PK മിഥുൻ, സുശീൽ ചന്ദ്രോത്ത്, AK രമ്യ, C സഫീറ, K രാജീവൻ, A രമേശ് ബാബു, M രാജൻ, അസീസ് കോറോത്ത്, TK ഷമീം തുടങ്ങിയവർ സംസാരിച്ചു. സമ്പൂർണ്ണ ലഹരിരഹിത, മാലിന്യരഹിത, മനോഹര ഗ്രാമം എന്ന സങ്കല്പത്തെ മുൻനിർത്തിയാണ് ജനകീയ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്. MSS കടവത്തൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് പുത്തലത്ത് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ കടവത്തൂരിലെ ഡോക്ടർ അബൂബക്കറുടെ വീട്ടിൽ വെച്ച് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടന്നു. നിരവധി ആളുകൾ ക്യാമ്പിൽ പരിശോധനയിൽ പങ്കെടുത്തു. തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗഫൂർ മൂലശ്ശേരി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. MSSനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ സമൂഹത്തിലെ എല്ലാ തിന്മകൾക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന സംഘടനയാണ്. സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന, ആവശ്യത അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുന്ന സംഘടനയാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും സാമൂഹ്യ രംഗത്ത് മികച്ച പ്രവർത്തനം നടത്തുന്ന MSSന്റെ വളരെ പ്രധാനപ്പെട്ട പരിപാടികളിലൊന്നാണ് ഈ കണ്ണ് പരിശോധന. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പരിപാടി തുടങ്ങാൻ തന്നെ വൈകിയിട്ടുണ്ട്. കുറേ ആളുകൾ അതുമായി ബന്ധപ്പെട്ട് പരിശോധനയ്ക്കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഇത്തരം പ്രവർത്തനം നടത്തി നമ്മുടെ പ്രദേശത്ത് സമൂഹത്തിന് ഏറെ ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഞാനടക്കമുള്ള MSSന്റെ കമ്മിറ്റിയെയും ഏറെ ബഹുമാനത്തോടുകൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് യൂണിറ്റ് പ്രസിഡന്റ് PK മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സുരേഷ് പുത്തലത്ത്, ഡോക്ടർ K അബൂബക്കർ, KK ഹുസൻകുട്ടി മാസ്റ്റർ, ഡോക്ടർ AP ഷമീർ, AK മുസ്തഫ, CH ജസീല, സഫീറ ഫൈസൽ, AC മുനീറ, സഹല റഫീഖ് എന്നിവർ സംസാരിച്ചു. 150-ലധികം ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്ത് പരിശോധന നടത്തി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. 25 വർഷത്തെ വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചറിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ കതിരൂരിലും. ഏറ്റവും നവീനവും വിസ്മയിപ്പിക്കുന്നതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തതും കൂടാതെ ഇന്ത്യയിലെ തന്നെ വൈവിധ്യങ്ങൾ നിറഞ്ഞതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവോടുകൂടി സ്വന്തമാക്കാം. പോപ്പുലർ ഫർണിച്ചർ, 4 മൈൽ, കതിരൂർ. ഓൾസോ അറ്റ് കൂനമുക്ക്, അഞ്ചരക്കണ്ടി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ.
Dentaris Dental Clinic Implant and Orthodontic Speciality Center മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ പി രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, ultra modern X-ray facilities, well equipped ultra modern machineries, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ മേക്കുന്ന്, തലശ്ശേരി റോഡ്, കൂലോ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699, 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. വാർത്തകൾ തുടരുന്നു. കൂത്തുപറമ്പിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന മാതൃഭൂമി തലശ്ശേരി ലേഖികയും പത്രാധിപർ EK നായനാർ സ്മാരക ലൈബ്രറിയുടെ വനിതാ വിഭാഗം ചെയർപേഴ്സണുമായ P. ഐശ്വര്യയ്ക്ക് യാത്രയയപ്പ് നൽകി. തലശ്ശേരി നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ ഉപഹാരം സമർപ്പിച്ചു. തലശ്ശേരി പ്രസ് ഫോറവും പത്രാധിപർ EK നായനാർ സ്മാരക ലൈബ്രറിയും സംയുക്തമായാണ് യാത്രയയപ്പ് നൽകിയത്. തലശ്ശേരി നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ ഉപഹാര സമർപ്പണം നടത്തി. ഐശ്വര്യയെ സംബന്ധിച്ചോളം ഇനി ഒരുപാട് വിവരങ്ങളിലേക്ക് പോകണം. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജേർണലിസ്റ്റിൻ്റെ PG ഉള്ള ഒരു വിദ്യാർത്ഥി കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതറ്റം വരെ പോകാനും സാധ്യതയുള്ള ഒരുപാട് സാധ്യതകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ അധ്യക്ഷൻ വലിയ PGയും ഡിപ്ലോമയും ഇല്ലെങ്കിലും പത്ര ലോകത്തെ പറ്റി, എങ്ങനെയാണ് പത്രം എന്ന കാര്യത്തെപ്പറ്റി നല്ല അറിവ് പരിജ്ഞാനമുള്ളതാണ് നവാസ് മേത്തർ. യഥാർത്ഥത്തിൽ നവാസ് മേത്തറുടെ പൂർവ്വകാല ആൾക്കാർക്കും അങ്ങനെ തന്നെയായിരുന്നു. തലശ്ശേരിയുടെ വലിയ ഡിപ്ലോമയോ PGയോ ഒന്നും ഇല്ലാതെ തന്നെ വാർത്തകൾ ശേഖരിക്കാനും വാർത്തകൾ നൽകുന്ന കാര്യത്തിലും വിശ്വസ്തരായ മാധ്യമ പ്രവർത്തകരായിരുന്നു എന്നതുകൊണ്ട് തന്നെ ഈ തലശ്ശേരിക്ക് പ്രത്യേകിച്ച് പാരമ്പര്യം, പത്രലോകത്തിൽ പാരമ്പര്യമുണ്ട് എന്നുള്ളതുകൊണ്ട് തലശ്ശേരി സ്ഥലം മാറിപ്പോകുന്ന പത്രപ്രവർത്തകർക്ക് 2 വർഷം മാത്രമേ ഒരുപാട് അനുഭവങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. പത്രമാധ്യമ ലോകവും പത്രപ്രവർത്തനം എന്ന അനുഭവങ്ങളുടെ കൂടാരാണ്. ഒരുപാട് അനുഭവം എന്ന് പറഞ്ഞ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ നിർബന്ധിതരാണ്. പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ അധ്യക്ഷത വഹിച്ചു. P. ദിനേശൻ, അനീഷ് പാദ്രിയാട്, KP ഷീജിത്ത്, N. സിറാജുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. P. ഐശ്വര്യ മറുപടി പ്രസംഗം നടത്തി. പുതിയൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ എല്ലാവരും പുതിയ ആൾക്കാർ ആരും അറിയില്ല, എങ്ങനെയായിരിക്കും, എല്ലാവരും എന്നെക്കാളും സീനിയോറിറ്റി ഉള്ളവരാണ്, ആരാന്ന് എങ്ങനെയൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നെ ഒരു വീട്ടിലെ അംഗത്തെ പോലെയാണ് ഇവിടെയുള്ള എല്ലാവരും സ്വീകരിച്ചത്. എന്താ പറയുക, ഞാൻ ഈ ഇവിടെ ഇരിക്കുന്നതിൽ
ദിനേശേട്ടനെ വിളിക്കാത്ത ഒരു ദിവസം ഉണ്ടാവില്ല, രവിയേട്ടനെ വിളിക്കാത്ത ദിവസം ഉണ്ടാവില്ല, പിന്നെ ഭവിഷ്യനെ ആണെങ്കിലും ഷോമിത്തിനെ ആണെങ്കിലും ഇവരൊന്നും വിളിക്കാത്ത ഒറ്റ ദിവസങ്ങൾ ഇവൻ എടുത്തു പറഞ്ഞാൽ എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ കൃത്യമായി സിറാജിക്കാനെ വിളിക്കും. കാരണം ഒന്നും അന്വേഷണം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അത് അറിയണേ ഞാൻ സിറാജിക്കാനെ രാത്രിയാണേലും വിളിച്ച് ചോദിക്കും എന്താണ്, എന്തൊക്കെയുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇവിടുന്ന് പോകുമ്പം എൻ്റെ വീട്ടിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് ഞാൻ പോകുന്ന അതേ ഫീലാണ് എനിക്ക്. തിരിച്ചിങ്ങോട്ട് വരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരും. പിന്നെ ഇവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എനിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന എല്ലാവരോടും നന്ദി. ഓർമ്മകളുടെ നറുമണം തുളുമ്പുന്ന കഥയുമായി വേലായുധൻ മനേക്കര രചിച്ച മണമുള്ള ഓർമ്മകൾ എന്ന കഥാസമാഹാരം പ്രകാശനം ചെയ്തു. പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്തിലെ കുമാരൻ മാസ്റ്റർ സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ മനേക്കര വിദ്യാവിലാസിനി LP സ്കൂളിലാണ് പ്രകാശന ചടങ്ങ് നടന്നത്. പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. നോയ ഉദ്ഘാടനം ചെയ്തു. പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡ് അംഗം C. രൂപ അധ്യക്ഷത വഹിച്ചു. തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പവിത്രൻ മൊകേരി സാഹിത്യകാരൻ പ്രേമാനന്ദ് ചെമ്പാടിന് ആദ്യ പ്രതി നൽകിയാണ് പുസ്തക പ്രകാശനം നിർവഹിച്ചത്. ഡോക്ടർ KV ശശിധരൻ പുസ്തക പരിചയം നടത്തി. ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് പറയേണ്ടത് എന്ന് പറഞ്ഞാൽ പ്രേമാനന്ദ മാഷ് പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ നിർത്തും. ഇനി കുറേ ആൾക്കാർ പറയാനുണ്ട്. ഇപ്പോൾ പ്രേമാനന്ദ മാഷ് പറഞ്ഞത് വെച്ചിട്ട് എനിക്ക് പറയാലോ എന്നുണ്ടാകും. അതായത് കത്തുകളിലൂടെ ഞങ്ങൾ കണ്ടിരുന്നു, അല്ലെങ്കിൽ ബലൂൺ പൊട്ടുന്നത് കാണുന്നു. വേലായുധന്റെ കഥയുടെ ഒരു വലിയ ഘടകം, ഒരു എലിമെന്റ് എന്ന് പറയുന്നത് കാഴ്ചയുടെ ലോകമാണ്. വേലായുധൻ എല്ലാ കാര്യങ്ങളും കാണുന്നു, അതിസൂക്ഷ്മമായി കാണുന്നു. നിങ്ങൾ ഏത് കഥയെടുത്ത് പരിശോധിക്കുമ്പോഴും ആദ്യം തന്നെ അവിടെ കാണുക ഒരു നല്ല വിഷ്വൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന തരത്തിലുള്ള എന്നിട്ടോ ചന്തുവേട്ട എന്നുള്ള കഥയാണ്. ഏത് കഥ എടുത്ത് നോക്കിയാൽ ഇത് കാണാം. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് റാൻഡമായിട്ടൊരു പേജിങ് എടുത്തത്. അത് തന്നെ വായിക്കാൻ വിഷമാണ്. 33 വയസ്സാവുന്നേ ഉള്ളൂ. വായനശാല സെക്രട്ടറി ദിനേശ് ബാബു സ്വാഗതവും പ്രസിഡന്റ് അജയ് ഘോഷ് നന്ദിയും പറഞ്ഞു. എഴുത്തുകാരൻ V. മധുസൂദനൻ, ശശിധരൻ മനേക്കര, K. രാമകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥകർത്താവ് വേലായുധൻ മനേക്കര ചടങ്ങിൽ മറുമൊഴി നടത്തി. തലശ്ശേരി BMP ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ BMP ഹാർട്ട് ബീറ്റ്സിന്റെ നേതൃത്വത്തിൽ തലശ്ശേരി ഗുണ്ടട്ട് പാർക്ക് ശുചീകരിച്ചു. നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി BMP ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ BMP ഹാർട്ട് ബീറ്റ്സിന്റെ നേതൃത്വത്തിലാണ് ഗുണ്ടട്ട് പാർക്കിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചത്. നിരവധി പൂർവ്വ വിദ്യാർത്ഥികളും പ്രവർത്തകരും പങ്കെടുത്തു. നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ കാലത്ത് എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളും വ്യത്യസ്ത രീതിയിൽ സംഘടിച്ചുകൊണ്ടുള്ള നമ്മുടെ ഓർമ്മ പുതുക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും സമ്പന്നമായ ഒരു കാലമാണ് വിദ്യാർത്ഥി ജീവിതവും കൗമാരകാലവും. ആ കാലത്തിൻ്റെ ഓർമ്മകളെല്ലാം തങ്ങളുടെ ഏത് പ്രായഘട്ടത്തിലും ഓർമ്മിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ കൂട്ടായ്മ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതിൽപ്പെട്ടതാണ് BMP ഹാർട്ട് ബീറ്റ്സ് എന്ന് പറയുന്ന സംഘടന. ഇവിടെ അതിരാവിലെ തന്നെ ഈ സ്വാതന്ത്ര്യത്തിന് 80-ാം വാർഷികം, നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു സ്വാതന്ത്ര്യദിനം, ആ ദിനത്തിൽ ഇതുപോലുള്ള ഒരു സേവന പ്രവർത്തനം നടത്തുക എന്ന് പറഞ്ഞാൽ അത് അതിനേക്കാൾ ഉപരി ഏറ്റവും സമ്പന്നമാണ്. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ സ്വാതന്ത്ര്യദിനഘട്ടവും അതുപോലെ തന്നെ മറ്റ് വ്യത്യസ്ത ഒരു ദിവസങ്ങൾ മാത്രമായിരിക്കാൻ പറ്റില്ല. നിങ്ങൾ പൊതുജീവിതത്തിൽ സ്വന്തം പ്രവർത്തനത്തിലെല്ലാം ജീവിതോപാധി കണ്ടെത്തുന്ന പ്രവർത്തനത്തിനിടയിൽ മാറ്റിവെക്കപ്പെടുന്ന നിശ്ചിത സമയം ഇതുപോലെ സമൂഹത്തിൻ്റെ നന്മയ്ക്കായി കൂട്ടായ പ്രവർത്തനം നടത്താൻ സന്നദ്ധമാവണം. ഈ പ്രവർത്തനത്തെയും നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ഹാർട്ട് ബീറ്റ്സ് വൈസ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ് അധ്യക്ഷനായി. സെക്രട്ടറി നൌഫൽ കോറോത്ത് സ്വാഗതം പറഞ്ഞു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ COT ഷബീർ, വാർഡ് കൗൺസിലർ ഷഹനാസ് മൻസൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ 27-ാം സംസ്ഥാന സമ്മേളനം
ന്യൂമാഹി മലയാള കലാഗ്രാമം ഹാളിൽ നടന്നു. ഡോക്ടർ വി ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോൾ എന്നുള്ളത് കവിത പോലെ വൈകാരികമായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ കവിത പോലെ മനോഹരമായിട്ടുള്ള ഫുട്ബോളിന്റെ സംഘാടനത്തിലേക്ക് കടന്നു വരുന്ന ആളുകൾ വ്യത്യസ്ത നിലപാടുകളിലുള്ളവരായിരിക്കാം, വ്യത്യസ്ത കൊടികളുടെ കീഴിൽ അണിനിരക്കുന്നവരാവാം, വ്യത്യസ്ത മത ജാതി വിഭാഗങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരാവാം. പക്ഷേ അവരെയെല്ലാം ഒന്നിപ്പിക്കുന്ന ഒരു വൈകാരികത എന്ന് പറയുന്നത് ഞങ്ങൾ ഫുട്ബോളിനെ സ്നേഹിക്കുന്നു എന്നുള്ളതായിരിക്കണം എന്നുള്ളത് ഒന്നാമതായി ഉറപ്പെടുത്തുന്നു. നോക്കൂ, ലോക ഫുട്ബോളിന്റെ ഒരു ചരിത്രത്തിലൂടെ നാം സഞ്ചരിച്ചു നോക്കുക. ലോക ഫുട്ബോളിലെ ഏറ്റവും മഹാന്മാരായിട്ടുള്ള പ്രതിഭാതരായിട്ടുള്ള കളിക്കാരെ നാം ഓർമ്മിക്കുമ്പോൾ നാം അവരുടെ നിറത്തെക്കുറിച്ച് ഓർമ്മിക്കാറില്ല, അവരുടെ ജാതിയെക്കുറിച്ച്, മതത്തെക്കുറിച്ച്, അവരുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച്, അവരുടെ സാമ്പത്തിക നിലയെക്കുറിച്ച് ഒന്നും നാം ആലോചിക്കാറില്ല. ലോകത്ത് കറുത്ത മനുഷ്യർക്കെതിരായി വേട്ടയാടപ്പെടുന്ന നാടുകളിലാണ് വെളുത്തവന്റെ നാട്ടിലുൾപ്പെടെ പെലെ എന്ന കറുത്ത മുത്തിന്റെ ആ ഫോട്ടോ എത്തിക്കൊണ്ട് ഫുട്ബോൾ പ്രേമികൾ മുദ്രാവാക്യം വിളിച്ചത്. ലോക ഫുട്ബോളിൽ 17ാമത്തെ വയസ്സിൽ ലോകകപ്പിൽ കളിച്ച മഹാനായ പ്രതിഭ, ആ മഹാനായ പ്രതിഭ വളർന്നു വരുന്ന പശ്ചാത്തലം നോക്കുക. ബ്രസീലിന്റെ കളിക്കാരനായി പെലെ വളർന്നു വരുന്നതിന് മുമ്പ് പെലെ എങ്ങനെയാണ് തന്റെ കുട്ടിക്കാലം ചെലവഴിക്കാനിടയായത്? പന്ത് വാങ്ങാൻ പണമില്ലാതെ കളിപ്പന്താക്കി കടലാസ് കൊണ്ടും തുണികൾ കൊണ്ടും കെട്ടിയുണ്ടാക്കിയിട്ടുള്ള പന്ത് തട്ടിക്കളിച്ച് തനിക്ക് കടം വാങ്ങി കളിക്കാൻ കഴിഞ്ഞിട്ടുള്ള പെലെ എന്ന ചെറിയ കുട്ടി 17ാമത്തെ വയസ്സിൽ ലോകകപ്പിൽ കളിക്കുന്നു 1958. തുടർന്ന് പെലെ വീണ്ടും 2 ലോകകപ്പുകളിൽ കൂടി കളിക്കുകയും ബ്രസീലിന് കിരീടം വാങ്ങിക്കൊടുത്തു. ലോകത്തിന്റെ ചരിത്രത്തിൽ 3 തവണ ലോകകപ്പ് ഏറ്റുവാങ്ങിക്കൊടുത്തിട്ടുള്ള, ഒരു രാജ്യത്തിന് വേണ്ടി ഏറ്റുവാങ്ങിക്കൊടുത്തിട്ടുള്ള മഹാനായ പ്രതിഭയായി പെലെ നമ്മുടെ മനസ്സിൽ നിൽക്കുകയാണ്. സംസ്ഥാന പ്രസിഡന്റ് KM ലെനിൻ അധ്യക്ഷത വഹിച്ചു. സീനിയർ വൈസ് പ്രസിഡന്റ് എളയടത്ത് അഷ്റഫ് പതാക ഉയർത്തി. രണ്ടായിരത്തി 25-26 വർഷത്തെ മികച്ച ടൂർണമെന്റ് കമ്മിറ്റിക്കുള്ള ഉപഹാരം തലശ്ശേരി MLA കാരായി രാജനും ജനപ്രിയ ടൂർണമെന്റ് കമ്മിറ്റിക്കുള്ള ഉപഹാര സമർപ്പണം മാഹി MLA അഡ്വക്കേറ്റ് അശോക് കുമാർ നിർവഹിച്ചു. സംഘടനയുടെ ചരിത്രം വിളംബരം ചെയ്യുന്ന സുവനീർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ പ്രകാശനം ചെയ്തു. ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് അർഹമായ കളിക്കാർക്കുള്ള ധനസഹായ വിതരണ ഉദ്ഘാടനം ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അർജുൻ പവിത്രൻ നിർവഹിച്ചു. സംസ്ഥാന ട്രഷറർ KT ഹംസ വരവ് ചെലവ് കണക്ക് അവതരണവും സംസ്ഥാന സെക്രട്ടറി M സുമേഷ് റിപ്പോർട്ട് അവതരണവും നടത്തി. റഷീദ് അമ്പലവയൽ, U അബ്ദുൽ കരീം, PK സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അസോസിയേഷൻ അംഗത്വമുള്ള 60 ക്ലബ്ബുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത 200ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ തലശ്ശേരി ബ്രാഞ്ച് 2 സമ്മേളനം സംഗമം ഓഡിറ്റോറിയത്തിൽ നടന്നു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഏജന്റുമാരുടെ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. കാരായി രാജൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സമ്പത്തിന്റെ അതിനിർണായകമായ പങ്കുവഹിക്കുന്ന ഒരു മേഖലയാണ് ലൈഫ് ഇൻഷുറൻസ് മേഖല. ഈ ലൈഫ് ഇൻഷുറൻസ് മേഖല വഴി സമാഹരിച്ചിട്ടുള്ള കോടാനുകോടികൾ വരുന്ന ലക്ഷങ്ങൾ, ആ കോടികൾ എങ്ങനെ നമുക്ക് കൈക്കലാക്കാം എന്നവർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു രാജ്യത്തിന്റെ സുരക്ഷയെ, മനുഷ്യരുടെ ഭാവിയെ തകർത്തുകൊണ്ടായാലും വേണ്ടില്ല, ഇനി ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് തീരുമാനിക്കാൻ ഭരണകൂടങ്ങൾ, ഗവൺമെന്റുകൾ തയ്യാറാവുകയാണ്. അപ്പോൾ നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്ന ഒന്നിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ജനാധിപത്യത്തിൻ്റെ അർത്ഥം നമുക്കറിയാം. ജനങ്ങൾ വോട്ട് ചെയ്യുന്നു, എന്നിട്ട് ഭൂരിപക്ഷമുള്ള ആളുകളെ ഗവൺമെൻറ് രൂപീകരിക്കാൻ ക്ഷണിക്കുന്നു, അവർ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നു.
അപ്പോൾ ജനങ്ങളാണ് തെരഞ്ഞെടുത്തത്, ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരിക്കേണ്ടത്. ഇതാണ് ജനാധിപത്യത്തിൻ്റെ അർത്ഥം. LIC ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ തലശ്ശേരി ബ്രാഞ്ച് പ്രസിഡന്റ് CV സൂരജ് അധ്യക്ഷത വഹിച്ചു. MDRT ഗാലക്സി ക്ലബ്ബ് ഏജന്റുമാരെ സീനിയർ ബ്രാഞ്ച് മാനേജർ S പുഷ്പരാജൻ ആദരിച്ചു. തലശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി A ദിനേശ് പ്രവർത്തന റിപ്പോർട്ടും, ട്രഷറർ N പ്രസീത വരവ് ചെലവ് കണക്കും, PN സുധാകരൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. CATU തലശ്ശേരി ഏരിയ സെക്രട്ടറി A രമേശ് ബാബു, LIC ഏജൻസ് ഓർഗനൈസേഷനും അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് AP സാവിത്രി, ഡിവിഷൻ പ്രസിഡന്റ് അനിൽകുമാർ, അഖിലേന്ത്യാ ജനറൽ കൗൺസിൽ അംഗം V രവീന്ദ്രൻ, കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് PV മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. ഡിവിഷൻ കമ്മിറ്റി അംഗം KV അജിത് കുമാർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി K സതീശൻ നന്ദിയും പറഞ്ഞു. കോടിയേരി വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണം വിപണി തുടങ്ങി. നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. V രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കോടിയേരി വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സർക്കാർ കൺസ്യൂമർ ഫെഡിന്റെ സഹായത്തോടെ നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറവിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തത്. മാടപ്പിടിക ഗുംട്ടി നിധി സ്റ്റോറിൽ സഹകരണ വിപണി 2026 V രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും നല്ല എല്ലാ ആളുകൾക്കും ഓണം ആഘോഷിക്കാൻ പാകത്തിൽ ഗുണമേന്മയുള്ള വിലക്കുറവുള്ള ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങൾ സാധനങ്ങൾ വിതരണം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇതുപോലെ സഹകരണ സംഘങ്ങൾ വഴി കൺസ്യൂമർ ഫെഡ് ഇത്തരം ചന്തകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ വനിതാ സഹകരണ സംഘം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത് വളരെ നന്നായി തന്നെ, വളരെ നല്ല നിലയിൽ തന്നെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് കൂടെ ഏറെ സഹായകമാവുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നത്. സംഘം പ്രസിഡന്റ് VK സുചിത്ര അധ്യക്ഷയായി. VC പ്രസാദ്, CP പ്രസീൽ ബാബു, P ദിനേശൻ, CK സ്വപ്ന, കീർത്തിചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃപ്രങ്ങോട്ടൂർ കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ കർഷക ദിനാഘോഷവും കർഷക അവാർഡ് വിതരണവും നടത്തി. തൃപ്രങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി PK പ്രവീൺ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗഫൂർ മൂലശ്ശേരി അധ്യക്ഷത വഹിച്ചു. തൃപ്രങ്ങോട്ടൂർ പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷക ദിനാഘോഷവും കർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചു. PK പ്രവീൺ MLA ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. തന്നെ എല്ലാ പഴയ കർഷകരും, അധ്യാപകർ, റിട്ടയർ ചെയ്ത് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും മുൻഗണന നൽകുന്നത് റിട്ടയർ ചെയ്തു കഴിഞ്ഞാൽ കർഷകരായും കാർഷിക മേഖലയിലും അവരുടേതായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നു. ഇന്ന് കൃഷിയെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ എത്രയോ അധികം പദ്ധതികൾ രൂപീകരിച്ചുകൊണ്ട് മാറ്റിവെക്കുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷെ അത് എത്രമാത്രം ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നുണ്ട് എന്നൊരു പുനർചിന്തനയോ അല്ലെങ്കിൽ ഫോളോ അപ്പോ കൃത്യമായി ആവശ്യമായി വന്നിരിക്കുകയാണ്. വ്യത്യസ്തമായ കൃഷി വസ്തുക്കൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു, വിത്തുകൾ കൊടുക്കുന്നു, വളങ്ങൾ കൊടുക്കുന്നു. പക്ഷെ ഇത് കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം, അതിനായ ഒരു കമ്മിറ്റി പോലും ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ വീടാന്തരം ചെന്നുകൊണ്ട് ആ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള പ്രവണത ഏറ്റെടുക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഓരോരോ വീടിനും സ്വന്തമായ കൃഷി സ്ഥലങ്ങൾക്ക് കൂടുതൽ ഉപയോഗത്തിലൂടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ജൈവ കർഷകൻ ബാലൻ വെള്ളേന്ത്യപിട, വനിതാ കർഷക ചന്ദ്രി ആവിലുള്ള പറമ്പത്ത്, വനിതാ കർഷക ചന്ദ്രി ആവിലുള്ള പറമ്പത്ത്, വിദ്യാർത്ഥി കർഷകൻ EK അൻവീൻ, ST കർഷകൻ കോമൻ N നരിക്കോട്ടുമല, മുതിർന്ന കർഷകൻ കുണ്ടുകര നാരായണൻ, യുവ കർഷകൻ ജയദേവൻ പാടിച്ചേരി, ക്ഷീര കർഷകൻ തട്ടിൽ സജീവൻ, കർഷക തൊഴിലാളി
തയ്യുള്ളിതൽ കിഴക്കയിൽ ബാലൻ എന്നിവരെയാണ് ആദരിച്ചത്. തൃപ്പങ്കോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഗഫൂർ മുലശ്ശേരി അധ്യക്ഷനായി. കൃഷി ഓഫീസർ റിയ രാജു സ്വാഗതം പറഞ്ഞു. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ CV ജിതേഷ് മുഖ്യാതിഥിയായി. കുത്തുപറമ്പ് ADA PC ആതിര പദ്ധതി വിശദീകരണം നടത്തി. തൃപ്പങ്കോട്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രേയ ബാലൻ, കുത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP പവിത്രൻ, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ ചാമാളിയിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP അർഷിഫ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മുഹമ്മദ്, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം CK മുഹമ്മദ് അലി, കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുനീറ സുഹൈർ, പഞ്ചായത്ത് സെക്രട്ടറി VV പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗം CN പവിത്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ CN പവിത്രൻ, സമതറക്കൽ, AK അജയൻ, ഭാസ്കരൻ, KC മുകുന്ദൻ, AP വാസന്ത്, CDS ചെയർപേഴ്സൺ AP വാസന്തി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഇസ്മയിൽ ചാമാളിയിൽ, P കൃഷ്ണൻ മാസ്റ്റർ, VP സുരേന്ദ്രൻ മാസ്റ്റർ, മനോമോഹനൻ മാസ്റ്റർ, OK സുരേന്ദ്രൻ, കൃഷി അസിസ്റ്റന്റ് R രംഗസ്വാമി എന്നിവർ സംസാരിച്ചു. ക്വിസ് മത്സരവും വിവിധ കലാപരിപാടികളും അരങ്ങേറി. കൊളശ്ശേരി കളരിമുക്ക് ജനാർദ്ദന സ്മാരക വായനശാലയുടെ 50ാം വാർഷികത്തിന്റെ ഭാഗമായി ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. വിവിധ പരിപാടികൾ നടന്നു. റിട്ടയർഡ് ക്യാപ്റ്റൻ രാജീവൻ പതാക ഉയർത്തി. ഡെലിൻ പാറായി സ്വാഗതം പറഞ്ഞു. ഷിജിൻ മുല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. വായനശാല ട്രഷറർ M വിദൂഷ്, വാർഡ് കൗൺസിലർ KN അനീഷ്, CP പ്രജിത്ത് എന്നിവർ സംസാരിച്ചു. മൊകേരി പഞ്ചായത്തിൽ കർഷക ദിനാചരണവും കർഷക അവാർഡ് വിതരണവും നടത്തി. പഞ്ചായത്ത് ഹാളിൽ PK പ്രവീൺ MLA ഉദ്ഘാടനം ചെയ്തു. മൊകേരി പഞ്ചായത്തിന്റെയും കൃഷി വകുപ്പിന്റെയും നേതൃത്വത്തിലാണ് കർഷക ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത്. PK പ്രവീൺ MLA ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. സർക്കാരും കേന്ദ്ര സർക്കാരും നടപ്പിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് വരുന്നത്. കാർഷിക മേഖലയിൽ പല പദ്ധതികൾക്കും ഓരോ വർഷവും തുക മാറ്റിവെക്കുമ്പോൾ ഇതേ പദ്ധതികൾ നടപ്പിലാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടിയാണ് പല പഞ്ചായത്തുകളും അതിന് മുമ്പോട്ട് വരുന്നത്. അതനുസരിച്ച് വിത്തുകൾ കൊടുക്കുന്നു, വൃക്ഷത്തൈകൾ നൽകുന്നു, വളങ്ങൾ നൽകുന്നു, എല്ലാം നൽകുന്നുണ്ടെങ്കിലും അത് കൃത്യമായി ഒരു മോണിറ്ററിംഗ് നടത്തേണ്ട ആവശ്യകതയിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാ വീടുകളിലും ഇതിൻ്റെ ഒരു കയ്യൊപ്പ് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട്. വാർഡ് മെമ്പർമാരെ സംബന്ധിച്ചിടത്തോളം ഓരോ വീടുകളിലും അവരുടേതായ പദ്ധതികളിൽ എത്തിക്കാനുള്ള പ്രവണത നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അത് എത്തിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അത് കൃത്യമായി അവർ ഉപയോഗിക്കുന്നുണ്ടോ, അതനുസരിച്ച് നേട്ടങ്ങൾ ഉണ്ടാകുന്നു എന്ന് ഇന്ന് പല മേഖലയിലും കാണാൻ സാധിച്ചില്ല. കൃഷിയോട് താല്പര്യമുള്ളവർ മാത്രം അത് ഉപയോഗിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നൊരു കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല കാർഷിക വിളകളിലും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. വിവിധ മേഖലയിൽ തെരഞ്ഞെടുത്ത കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. PK പ്രവീൺ MLA ആദര സമർപ്പണം നടത്തി. മുതിർന്ന കർഷകൻ KP പുരുഷോത്തമൻ, വനിതാ കർഷക KT ദീപിക, ജൈവകൃഷി കർഷകൻ AV സുഗതൻ, വിദ്യാർത്ഥി കർഷക ഹാരിക അനിൽ, കർഷക തൊഴിലാളി AP രോഹിണി, യുവ കർഷകൻ അഹൽ ആർഷാജി, കൂൺ കർഷകൻ ഗോവിന്ദം ബ്രൂക്സൈഡ്, പരിസ്ഥിതി പ്രവർത്തകർക്കുള്ള
പ്രത്യേക പുരസ്കാരം അനിൽ വള്ളിയായി എന്നിവർക്കാണ് സമ്മാനിച്ചത്. മുകേരി പഞ്ചായത്ത് പ്രസിഡന്റ് കനകം കുനിയിൽ അധ്യക്ഷയായി. കൃഷി ഓഫീസർ VP സോണിയ സ്വാഗതം പറഞ്ഞു. ക്യൂസ് മത്സര വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N പ്രസീത ചടങ്ങിൽ വിതരണം ചെയ്തു. മുകേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK ജയപ്രസാദ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ N പ്രവീണ, പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK പ്രസന്നി, വാർഡ് മെമ്പർ K സാബിറ, R ചന്ദ്രലേഖ, KK സജിലത, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഷീത CR, മുകേരി പഞ്ചായത്ത് സെക്രട്ടറി പ്രീത ചെറുവളത്ത്, മുകേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KP രമേശൻ, കേരള ഗ്രാമീൺ ബാങ്ക് മാനേജർ AB ശ്രീജിത്ത്, മുകേരി കൃഷി അസിസ്റ്റന്റ് സയോണ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചൊക്ലി പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. മുൻ കൃഷിമന്ത്രി KP മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കർഷക ദിനാചരണം മുൻ കൃഷിമന്ത്രി KP മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കർഷകരുടെ ക്ഷേമം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കർഷകരുടെ ക്ഷേമവും കൂടി ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള വകുപ്പാക്കിയിട്ട് മാറ്റിയിരിക്കണം. ഇതൊക്കെ തന്നെ ചേർന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ലഭിക്കണം. പിന്നെ കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു കൃഷി. ഞാൻ എല്ലാവരും പോലും പറയും, നമുക്ക് ആഗ്രഹിക്കാനുള്ള മുഴുവൻ ഭക്ഷ്യവസ്തുക്കളും നമ്മുടെ പുരയിടത്തിൽ ഉണ്ടാക്കാം. ഉള്ളിയും ഇപ്പം പുതിയ ടെക്നോളജി ഉണ്ട്, PVC പൈപ്പുകളൊക്കെ തന്നെ വെച്ചുകൊണ്ട് ചെയ്യുക. അതൊക്കെ തന്നെ പറഞ്ഞു തരും. അപ്പം അതുവഴി ബാക്കിയൊക്കെ തന്നെ നമ്മുടെ പുരയിടത്തിൽ ഒരു സെൻറ്റ് സ്ഥലം 2 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. നമുക്ക് ആഗ്രഹിക്കാനുള്ളത് അതിനുള്ള ഗുണം എന്താ? യാതൊരുവിധ മായവും ഇല്ലാതെ നല്ല ജൈവവളം ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലുണ്ടാകുന്ന പച്ചക്കറിയും അതോടൊപ്പം തന്നെ അടുത്തുനിന്ന് ചാണകം കിട്ടുന്നത് ചാണകവും ഒക്കെ തന്നെ. ഞാൻ അതുകൂടി പറയാറുണ്ട്, ഈ കൃഷിയും മൃഗസംരക്ഷണവും പരസ്പര പൂരകങ്ങളായിട്ട് പ്രവർത്തിക്കേണ്ടതാണ്. വീട്ടിൽ ഒരു പശു ഉണ്ടെങ്കിൽ അതിന് ചാണകം മതി നമ്മുടെ വീട്ടിലെ എല്ലാ തെങ്ങിനും കൊടുക്കാൻ. ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ചാണകമൊക്കെ തന്നെ എടുത്ത് കൊടുക്കാൻ പാടില്ല. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N അനൂപ് അധ്യക്ഷത വഹിച്ചു. CV ജിതേഷ്, CR ഷിത, P പ്രസന്ന, KN സ്വപ്ന, P ജയചന്ദ്രൻ, KTK പ്രദീപൻ, KP ഷമീന, V ഉദയൻ മാസ്റ്റർ, മോഹനൻ മാസ്റ്റർ, K ഉഷ, TV മിഫ്താഹ്, അമൽ രാജ്, റിജിന, സജീന്ദ്ര മാസ്റ്റർ, K ഹരീന്ദ്രനാഥ്, ദിനേശ് ബാബു, VC ഹരിദാസൻ, K കുഞ്ഞുമൂസ, PM ഷാജി, വരക്കുൽ പുരുഷു, അശ്വതി V നായർ, B കാർത്തിക, പ്രദീപൻ കൊട്ടേമൽ, P മിനി എന്നിവർ സംസാരിച്ചു. ചൊക്ലി കൃഷി ഓഫീസർ R ശരത് കൃഷ്ണ സ്വാഗതവും P മിനി നന്ദിയും പറഞ്ഞു. വിവിധ കർഷകരെ ആദരിച്ചു. ഒരിടവേള കൂടി. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ന്യൂ ചെന്നൈ ഷോപ്പിംഗ് മാഹിയിൽ വീട്ടുപകരണങ്ങൾ ഏതെടുത്താലും 189 രൂപയ്ക്ക്. മാഹിപ്പള്ളിക്ക് മുൻവശം ഈ വത്സരാജ് സിൽവർ ജൂബിലി ഹാളിൽ ഓഗസ്റ്റ് 10 മുതൽ 26 വരെ. കളിപ്പാട്ടങ്ങളും സമ്മാനങ്ങളും കൂടാതെ ലേഡീസ് ഹാൻഡ് ബാഗ്, കോളേജ് ബാഗ്, ലഗേജ് ബാഗ്, സ്കൂൾ ബാഗ്, സ്റ്റീൽ, അലൂമിനിയം, ഇൻറ്റാലിയം പാത്രങ്ങൾ, ക്ലോക്കുകൾ, ചപ്പലുകൾ തുടങ്ങി എല്ലാം ഒരു കുടക്കീഴിൽ. ന്യൂ ചെന്നൈ ഷോപ്പിംഗ്
മാഹിപ്പള്ളിക്ക് മുൻവശം ഈ വത്സരാജ് സിൽവർ ജൂബിലി ഹാളിൽ ഓഗസ്റ്റ് 10 മുതൽ 26 വരെ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ചെറുവാഞ്ചേരി പൂവത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രാമായണ സംവാദ സദസ്സും ഭക്ത സംഗമവും സംഘടിപ്പിച്ചു. ആത്മീയ ചിന്തകൾ പങ്കുവെച്ചും രാമായണ സന്ദേശങ്ങൾ പുതുതലമുറയിലേക്ക് പകരുന്ന വിവിധ പരിപാടികളോടെയുമായിരുന്നു ചടങ്ങ്. പ്രഭാഷകൻ സന്തോഷ് ഇല്ലോളിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ വാൽമീകിക്ക് നൽകിയിരിക്കുന്ന അതേ സ്ഥാനമാണ് ഭാനുഭക്താചാര്യക്ക് നേപ്പാൾ ചരിത്രം നൽകിയിരിക്കുന്നത്. ലോകത്ത് എവിടെയൊക്കെ നേപ്പാളികളുണ്ടോ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഒരു വലിയ ആഘോഷമാക്കി അവർ മാറ്റാറുണ്ട്. രാമായണത്തെ നേപ്പാളിലേക്ക് എത്തിച്ച് രാമായണത്തിൻ്റെ ആ ഒരു സൗന്ദര്യം നേപ്പാളികളെ മനസ്സിലാക്കി കൊടുത്തതിൽ ഭാനുഭക്താചാര്യക്ക് വലിയ പങ്കുണ്ട്. ശ്രീലങ്കയിലെ രാമായണമുണ്ട്. ശ്രീലങ്കയിലെ രാമായണം നമ്മുടെ രാമായണത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു ചിത്രമാണ് ശ്രീലങ്കയിലെ രാമായണത്തിലുള്ളത്. വനവാസത്തിന് പോകുന്നത് രാമൻ ഒറ്റയ്ക്കാണ്. വനവാസത്തിന് രാമൻ ഒറ്റയ്ക്ക് പോകും. പഞ്ചായത്ത് അംഗം സുരേഷ് കല്ലുമൽ അധ്യക്ഷനായി. ക്ഷേത്രത്തിന്റെ സ്ഥാപക ട്രസ്റ്റിയായിരുന്ന KP ദാമോദരൻ നമ്പ്യാരുടെ പത്നി സരോജിനി അമ്മയുടെ നിര്യാണത്തിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി. KK കുമാരൻ, N റീന, K കൃഷ്ണൻ, ചോയൻ ബാലകൃഷ്ണൻ, MC വാസു, P ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് രാമായണ പാരായണവും കുട്ടികളുടെ നേതൃത്വത്തിൽ രാമായണ ദൃശ്യാവിഷ്കാരവും അരങ്ങേറി. അത് വാങ്ങിയ മന്ദര ക്രോധത്തോടെ കൈകേയിയെ നോക്കുന്നു. ഇത്രയും നീ മണ്ടിയും മൂഢയുമായി പോയി. പക്ഷെ കൈകേയി മന്ധരയെ നോക്കി ഇപ്രകാരം പറയുകയാണ്: ഭരതനേക്കാൾ പ്രിയമെനിക്ക് ശ്രീരാമചന്ദ്രനോടാണ്. മന്ധര തുടരെ തുടരെ കൈകേയിയോട് പലതും പറയുകയാണ്. പണ്ട് ദേവാസുര യുദ്ധം നടക്കുന്ന സമയത്ത് ദശരഥ മഹാരാജാവ് തന്ന 2 വരം നീ ആവശ്യപ്പെടുക. 1, ഭരതനെ യുവരാജാവായി വാഴിക്കുക. 2, ശ്രീരാമചന്ദ്രനെ 14 വർഷം കാട്ടിലേക്ക് അയക്കുക. യങ്സ്റ്റേഴ്സ് തലശ്ശേരിയുടെ ആഭിമുഖ്യത്തിൽ VR കൃഷ്ണയ്യർ സ്മാരക തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് സൗജന്യ അസ്ഥിബലക്ഷയ നിർണയ ക്യാമ്പും രക്തപരിശോധനയും ഓർത്തോ ഡോക്ടറുടെ പരിശോധനയും സംഘടിപ്പിച്ചു. നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്ത് പരിശോധന നടത്തി.
യങ്സ്റ്റേഴ്സ് തലശ്ശേരിയുടെ ആഭിമുഖ്യത്തിൽ VR കൃഷ്ണയ്യർ സ്മാരക തലശ്ശേരി നഗരസഭാ സ്റ്റേഡിയത്തിൽ സൗജന്യ അസ്ഥിബലക്ഷയ നിർണയ ക്യാമ്പും രക്തപരിശോധനയും ഓർത്തോ ഡോക്ടറുടെ പരിശോധനയും സംഘടിപ്പിച്ചു. മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം തലശ്ശേരി MLA കരൈ രാജൻ നിർവഹിച്ചു. ട്രഷറർ ഖലീൽ കിടാരൻ MLAയെ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. ആരോഗ്യമുള്ള ഒരു മനസ്സിനകത്ത് കാലുഷ്യമില്ലാത്ത ഒരു സമൂഹത്തെ നമുക്ക് സംഭാവന ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സ്വാമി വിവേകാനന്ദൻ ഉൾപ്പെടെയുള്ള മഹാന്മാർ ഈ കാര്യങ്ങൾ നമ്മോട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആരോഗ്യമുള്ള നല്ല മനസ്സിലുള്ള നല്ല മനസ്സുള്ള ഒരു യുവത്വത്തിനാണ് ഒരു രാജ്യത്തെ നന്മയോടെ സംരക്ഷിക്കാനും നയിക്കാനും സാധിക്കുകയുള്ളൂ എന്ന് ഇന്ത്യയിലെ യുവത്വത്തോട് പറഞ്ഞിട്ടുള്ള മഹാപുരുഷനാണ് സ്വാമി വിവേകാനന്ദൻ. വിവേകാനന്ദൻ ഒരു സന്യാസിയായിരുന്നുവെങ്കിലും അദ്ദേഹം മതത്തെക്കാൾ ഉപരി പറഞ്ഞിട്ടുള്ളത് മാനവികതയെക്കുറിച്ചായിരുന്നു, മതത്തിനപ്പുറമുള്ള മനുഷ്യത്വത്തെക്കുറിച്ചായിരുന്നു. നാമെല്ലാം സഹോദരീ സഹോദരന്മാരാണ് വിശേഷിപ്പിച്ച ഒരു മഹാസന്യാസി കൂടിയാണ് സ്വാമി വിവേകാനന്ദൻ. ആരോഗ്യമുള്ള ഒരു തലമുറയുടെ യുവത്വത്തിൻ്റെ മനുഷ്യരാകെ യുവത്വമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലത്ത് നല്ല ആരോഗ്യമുള്ള ഒരു തലമുറയെ, ഒരു വിഭാഗത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി പ്രശസ്ത ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ രാജീവ് രാഘവൻ വിശിഷ്ടാതിഥിയായി. മനോജ്, അംസക്ക, എല്ലാവരും കൂടി, അതുപോലെ ക്ലബും യങ്സ്റ്റേഴ്സിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയാനില്ല. മനസ്സുകൊണ്ട് എപ്പോഴും യുവത്വം സൂക്ഷിക്കുന്ന ഒരു ഗ്രൂപ്പാണെന്ന് പേരിൽ തന്നെ അവരുടെ പ്രവർത്തനങ്ങളിലും നമുക്കറിയാം. നമുക്ക് 40 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും, വിശേഷ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഓസ്റ്റിയോപോറോസിസ്. പുരുഷന്മാർ കുറച്ചുകൂടി അതിന് റെസിസ്റ്റൻ്റ് ആണ്. പക്ഷേ സ്ത്രീകൾക്ക് ഒരു 40യോടുകൂടി തന്നെ ഓസ്റ്റിയോപോറോസിസിൻ്റെ ലക്ഷണങ്ങൾ പുറത്ത് വരാൻ തുടങ്ങും. അപ്പം ഹൗ ടു പ്രിവെൻറ്റ് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം. സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി വലിയൊരു ബോധവൽക്കരണമൊന്നും ഈ ഗ്രൂപ്പിനോട് ആവശ്യമില്ല. കാരണം ഈ ഗ്രൂപ്പ് എല്ലാവരും തന്നെ സ്വയം അത് മനസ്സിലാക്കി അത് ചെയ്യാൻ തയ്യാറായി ദിവസവും രാവിലെ നടക്കാൻ വരുന്നു. മറ്റ് കായിക അഭ്യാസങ്ങളിൽ ഏർപ്പെട്ട് നമ്മുടെ യൗവനം, മാനസികമായും ശാരീരികവുമായിട്ടുള്ള യൗവനം കാത്തു സൂക്ഷിക്കാൻ. ഡോക്ടർ രാജീവ് രാഘവന് യങ്സ്റ്റേഴ്സിന്റെ സ്നേഹോപഹാരം MLA കരായ് രാജൻ സമ്മാനിച്ചു. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് അസ്ഥിബലക്ഷയ നിർണയത്തിനാവശ്യമായ പരിശോധനയും വൈദ്യപരിശോധനയ്ക്കും ഡോക്ടർ രാജീവ് രാഘവൻ നേതൃത്വം നൽകി. തലശ്ശേരി മെഡിനോവ ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെ സഹകരണത്തോടെ സൗജന്യമായി ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ, ക്രിയാറ്റിൻ എന്നീ ടെസ്റ്റുകളും നടത്തി. ലാബ് ടെസ്റ്റുകൾക്ക് ലിനിഷ, ശരണ്യ, മുസ്തബിഷിറ, മാനേജർ ഫാസിൽ, അഫ്നാസ് എന്നിവർ നേതൃത്വം നൽകി. യങ്സ്റ്റേഴ്സ് തലശ്ശേരിയുടെ അംഗങ്ങൾക്ക് മെഡിനോവ ഡയഗ്നോസ്റ്റിക്സ് നൽകുന്ന പ്രിവിലേജ് കാർഡുകൾ മെഡിനോവ MD അസ്ലം മെഡിനോവ യങ്സ്റ്റേഴ്സ് ഭാരവാഹികൾക്ക് കൈമാറി. മെഡിനോവ അംഗങ്ങൾക്ക് വേണ്ടി അസ്ലം മെഡിനോവയ്ക്കും മറ്റു പിന്തുണ നൽകിയ ലുലു സാരീസ് ഗോൾഡിനു വേണ്ടി NM അക്ബറിനും MLA കരായ് രാജൻ യങ്സ്റ്റേഴ്സിന്റെ സ്നേഹോപഹാരം സമ്മാനിച്ചു. യങ്സ്റ്റേഴ്സ് തലശ്ശേരി പ്രസിഡന്റ് ഹംസ കേളോത്ത് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി മുഹമ്മദ് നിസാർ പടിപ്പുരക്കൽ ക്യാമ്പിനെ കുറിച്ച് വിശദീകരിച്ചു. മെഡിക്കൽ ക്യാമ്പിന് ജോയിന്റ് സെക്രട്ടറി VK വികാസ്, MB അബ്ദുൾ റഷീദ്, നൌഫൽ പയേരി, MB മുഹമ്മദ് നജീബ്, COT ജംഷീദ്, C മനോജ് കുമാർ, ഷബീർ കരിമ്പാനം, A അസ്ഹർ, അസ്ലം കാരിയത്ത്, K നാഷർ, MB സാബിർ എന്നിവർ നേതൃത്വം നൽകി. യങ്സ്റ്റേഴ്സ് ജോയിന്റ് സെക്രട്ടറി M മുഹമ്മദ് ഫസീഷ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് MC മനോജ് കുമാർ നന്ദിയും പറഞ്ഞു. ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഷോട്ടോക്കാൻ കരാട്ടെ ട്രെയിനിംഗ് സെന്ററിന്റെ ബ്ലാക്ക് ബെൽറ്റ് സർട്ടിഫിക്കറ്റ് വിതരണവും കളർ ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റും നടന്നു. നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഷോട്ടോക്കാൻ കരാട്ടെ ട്രെയിനിംഗ് സെന്ററിന്റെ ബ്ലാക്ക് ബെൽറ്റ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. കളർ ബെൽറ്റ് ഡ്രസ്സിംഗ് ടെസ്റ്റും ഇതോടൊപ്പം നടന്നു. NCC 6th കേരള ബറ്റാലിയൻ അസോസിയേറ്റ് NCC ഓഫീസർ PV പ്രശാന്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു.
അഞ്ജു കൃഷ്ണ. നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള കലകളിലൂടെ നമുക്ക് എന്തൊക്കെ കിട്ടുന്നത്? എല്ലാവരും ഇന്റർനാഷണൽ പ്ലെയേഴ്സ് ആവുമോ? എല്ലാവരും നാഷണൽ പ്ലെയേഴ്സ് ആവുമോ? പല രീതിയിലുള്ള ഗ്രേഡിംഗ് ടെസ്റ്റിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇത്രയും ആൾക്കാരുടെ ഇതിനകത്ത് ചിലപ്പോൾ 1, 2, 3 ആൾക്കാരേക്ക് ചിലപ്പോൾ ഇന്റർനാഷണൽ ലെവലിലേക്ക് പോകും. പക്ഷെ നിങ്ങൾ എന്തായിട്ട് നിങ്ങൾ ഫിസിക്കലി, മെന്റലി ആൻഡ് ഇമോഷണലി ടു മേക്ക് എ വെൽ ബാലൻസ്ഡ് സിറ്റിസൺ ഓഫ് എ നാഷൻ. നമ്മുടെ രാജ്യത്തെ ഏറ്റവും നല്ല ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ള, മെന്റൽ സ്ട്രെങ്ത് ഉള്ള, ഇമോഷണൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വൈകാരികമായി, അതായത് ഒരു സിറ്റുവേഷൻ വന്നാൽ അതെങ്ങനെ ഫേസ് ചെയ്യണം, അതൊക്കെ നിങ്ങൾ ഇതിലൂടെ സ്വായത്തമാക്കാൻ സാധിക്കും. അതായത് നിങ്ങൾ എത്ര കാലം നമ്മൾ ജീവിക്കുന്നുവോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, അല്ലെ? എത്ര കാലം ജീവിക്കുന്നു പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എത്ര കാലം ജീവിച്ചാലും ഹെൽത്തി ഏജ്, നിങ്ങൾ 24 hours ഉണ്ട്, അതിലൊരു അരമണിക്കൂർ നിങ്ങൾ എത്ര കാലം ജീവിക്കും അത്രയും കാലം നിങ്ങൾ ഫിസിക്കൽ എക്സസൈസിന് വേണ്ടി മാറ്റിവെക്കുക. നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക. ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ ബാക്കി എന്ത് വളരുന്നത്. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിച്ചതിനെ കൊണ്ടോ ഡോക്ടറെ കണ്ട് ഒരുപാട് മരുന്ന് അനാവശ്യം വാങ്ങിച്ച് കഴിച്ചതിനെ കൊണ്ട് നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും. താൽക്കാലിക മാത്രമല്ല, ശമനം മാത്രമേ അവിടെ ഉണ്ടാവും. നിങ്ങളെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡെയിലി പ്ലാൻഡ് ആയിരിക്കണം, സിസ്റ്റമാറ്റിക് ആയിരിക്കണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇമ്പ്രൂവ് ചെയ്തായിരുന്നു. പ്ലാൻഡ് എന്ന് പറയുന്നതാണ് നാളെ ഞാനിത് ചെയ്യാൻ പോകുന്നു. സ്കൂൾ പ്രധാന അധ്യാപിക എൻ സ്മിത അധ്യക്ഷയായി. NCC ഓഫീസർ രാബിന്ദ്, കരാട്ടെ ഇൻസ്ട്രക്ടർ സെൻസായ് MP ലിനീഷ്, സെൻസായ് M ഷിബിൽ, സെൻസായ് അരുൺരാജ്, സെൻപായ് M മൃദുൽ, സെൻപായ് അദ്വൈത്, സാനിയ മഹേഷ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ചടങ്ങിൽ വെച്ച് SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും LSS, USS ജേതാക്കളെയും ആദരിച്ചു. കടവത്തൂർ കോപ്പറേറ്റീവ് അർബൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള സഹകരണ ഓണം വിപണി ടൗൺ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഗഫൂർ മൂലശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലത്ത് വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കടവത്തൂർ കോപ്പറേറ്റീവ് അർബൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഓണം വിപണി ആരംഭിച്ചത്. കടവത്തൂർ ടൗൺ ജംഗ്ഷനിൽ തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഗഫൂർ മൂലശ്ശേരി ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി ഡയറക്ടർ KP സാജു ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഐഡിയൽ ട്രേഡേഴ്സ് ഉടമ സുപി മുത്തുവന ആദ്യ കിറ്റ് ഏറ്റുവാങ്ങി. സൊസൈറ്റി പ്രസിഡന്റ് KK സജീവ് കുമാർ അധ്യക്ഷനായി. കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുനീറ സുഹേൽ, സഹകരണ വകുപ്പ് യൂണിറ്റ് ഇൻസ്പെക്ടർ N ശ്രീജിത്ത് എന്നിവർ മുഖ്യാതിഥികളായി. പഞ്ചായത്ത് അംഗങ്ങളായ CN പവിത്രൻ, ജരീദ അഴകത്ത്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സജീവൻ എടവന, അബ്ദുള്ള പാലേരി, PK മുകുന്ദൻ, TP ദാസൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് നാസർ പുത്തലത്ത്, വ്യാപാരി വ്യവസായ സമിതി പ്രസിഡന്റ് മനോജ് പടിഞ്ഞാറത്ത്, സൊസൈറ്റി സെക്രട്ടറി KP സജിനി, ഡയറക്ടർമാരായ KK ദിനേശൻ, MP നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ പദ്ധതി വിജയമാക്കുന്നതിന് നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നിങ്ങളുടെയൊക്കെ അനുഭവത്തോടു കൂടി ഈ ഓണവിപണിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ പാനൂർ ശാഖ ചമ്പാട് റോഡിൽ പ്രവർത്തനം തുടങ്ങി. ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്തു. ATM ഉദ്ഘാടനം PK പ്രവീൺ MLA നിർവഹിച്ചു. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ പാനൂർ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചു. ഷാഫി പറമ്പിൽ MP ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു.
മുഖ്യാതിഥിയായ പി കെ പ്രവീൺ MLA ATM ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ കൂടത്തിൽ നൗഷദ് ടീച്ചർ, ഡെപ്യൂട്ടി ജനറൽ മാനേജറും റീജിയണൽ ഹെഡുമായ ജോർജ് ജോസഫ്, ഇന്ത്യൻ ദേശീയ ഹോക്കി ടീം അംഗമായിരുന്ന കെ നിയാസ്, സുജിൻ നല്ലടത്ത്, KC നാസർ, മുസ്തഫ, ഷംസു, സമീർ പക്കഞ്ഞിയിൽ, കുന്നോത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഫസീല, ബ്രാഞ്ച് മാനേജർ PP വിജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ലീഗൽ ഡിപ്പാർട്ട്മെന്റ് ജോയിന്റ് ജനറൽ മാനേജറും ഹെഡുമായ നിഷാദ് P ഡേവിസ് അധ്യക്ഷനായി. ചീഫ് മാനേജറും കണ്ണൂർ ക്ലസ്റ്റർ ഹെഡുമായ B ഷബാസ് സ്വാഗതം പറഞ്ഞു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സൗത്ത് ഇന്ത്യൻ ബാങ്ക് പാനൂർ ഉൾപ്പെടെ കണ്ണൂർ ജില്ലയിൽ 5 പുതിയ ബ്രാഞ്ചുകളാണ് ഇന്ന് തുറന്നത്. വടക്കൻ കേരളത്തിൽ സാന്നിധ്യം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ശാഖകൾ ആരംഭിച്ചത്. എടൂർ, ഉളിക്കൽ, മാട്ടൂൽ, മയ്യിൽ എന്നിവിടങ്ങളിലാണ് മറ്റ് ബ്രാഞ്ചുകൾ ആരംഭിച്ചത്. ഇതോടെ കണ്ണൂർ ജില്ലയിൽ ഗ്രാമീണ നഗരമേഖലകളിലുള്ള ഉപഭോക്താക്കൾക്ക് അത്യാധുനിക ഡിജിറ്റൽ ബാങ്കിംഗ് അനുഭവവും കൂടുതൽ മെച്ചപ്പെട്ട സേവനങ്ങളും ലഭ്യമാകുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. പാനൂരിൽ ചമ്പാട് റോഡിലാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ശാഖ പ്രവർത്തനം ആരംഭിച്ചത്. പാനൂർ പാലിയേറ്റീവ് ഫിസിയോ സെന്റർ 5ാം വാർഷികം ആഘോഷിച്ചു. ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്തു. പാനൂർ പാലിയേറ്റീവിന്റെ പ്രവർത്തനം ജീവകാരുണ്യ മേഖലയിൽ വിലമതിക്കാൻ കഴിയാത്തതാണെന്ന് അദ്ദേഹം പറഞ്ഞു. പാനൂർ പാലിയേറ്റീവ് ഫിസിയോ സെന്ററിന്റെ 5ാം വാർഷികം പ്രൗഢമായ ചടങ്ങുകളോടെ കൊണ്ടാടി. ഷാഫി പറമ്പിൽ MP ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ജീവകാരുണ്യ മേഖലയിൽ മാതൃകാപരമായ പ്രവർത്തനമാണ് പാനൂർ പാലിയേറ്റീവ് ഫിസിയോ സെന്റർ കാഴ്ചവെക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഓരോരുത്തരും ഏറ്റെടുത്തിരിക്കുന്നു. ഇവിടെ വരുന്ന അനേകം ആളുകൾ ഞാൻ ഇപ്പോൾ ചോദിച്ചപ്പോൾ വേദിയിൽ നിന്ന് മനസ്സിലായത് ഏതാണ്ട് 100ഓളം ആളുകൾക്ക് ഒരേ സമയം വീടുകളിലും ഇവിടെയൊക്കെയായി ഈ സെന്ററിന്റെ പേരിലുള്ള പ്രവർത്തനങ്ങൾ, അവരുടെ ഫിസിയോ തെറാപ്പി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൗജന്യമായി ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് എത്ര അനിവാര്യമാണ് എന്നുള്ളത് ഈ പന്തലിന്റെ നടുവിലിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ സഹോദരന്മാരെ, സഹോദരങ്ങളെ, ഗുരുജനങ്ങളെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്നു. ജീവിതത്തിൽ ആരോഗ്യത്തോടെ നടക്കുന്ന ഒരു കാലത്തിന് ചിലപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് ഒരു പകലിലോ വരുന്ന ഒരു സ്ട്രോക്കിന്റെ പേരിൽ ഉണ്ടാകുന്ന വലിയ തിരിച്ചടികളിൽ നിന്ന് അതിജീവിക്കാൻ വേണ്ടി പലപ്പോഴും സാമ്പത്തികമായ പ്രയാസങ്ങൾക്കും കുടുംബത്തിന്റെ പശ്ചാത്തലങ്ങൾക്കും ഇപ്പോൾ ഞാൻ ഒരു ചേച്ചിയെ അവിടെ നിന്ന് എന്നെ ആരോ പരിചയപ്പെടുത്തി. കടയിലേക്ക് പോവാതെ ചേച്ചിയെ പരിചരിക്കുന്നതിന് വേണ്ടി ഒരു ഭർത്താവ് കൂടെ നിൽക്കുന്നതിനെ സംബന്ധിച്ച് ഞാൻ അതുവഴി നടന്നപ്പോൾ എന്നോട് ആരോ പറഞ്ഞു, മനുഷ്യരുടെ ജീവിതങ്ങൾ ആകെ മാറ്റിമറിക്കുമ്പോൾ ചികിത്സയും തെറാപ്പിയും കൂടെ അവർക്ക് താങ്ങാൻ കഴിയാതെ വരുന്ന ആളുകളുടെ എണ്ണം എത്രയാണ്. വെൽഫെയർ കമ്മിറ്റി സെക്രട്ടറി സുലൈമാൻ ഹാജി അധ്യക്ഷനായി. കൺവീനർ NK സഫ്വാൻ സ്വാഗതം പറഞ്ഞു. MAS ചെയർമാൻ PK റഹീം MIAS പ്രൊജക്ട് വിവരണം നടത്തി. പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ കൂടത്തിൽ നൗഷദ് ടീച്ചർ, പാനൂർ മഹല്ല് മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് TK അബ്ദുൽ ഹമീദ്, വാർഡ് കൗൺസിലർ T മുഹമ്മദ് നജീർ, പാനൂർ പാലിയേറ്റീവ് ഫിസിയോ സെന്റർ ഹെഡ് ഡോക്ടർ TK ദനീഷ്, പാലിയേറ്റീവ് കെയർ ഡോക്ടർ നുസ്ലിന, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സമീർ നെല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. പോക്കറാട്ടിൽ നാസർ, ഷാഫി പറമ്പിൽ MP മൊമെന്റോ നൽകി ചടങ്ങിൽ ആദരിച്ചു. വർഷത്തിന്റെ ഈ ആഘോഷ പരിപാടികൾക്ക് മനോഹരമായ ഒരു ഡാൻസ്. പ്രധാന വാർത്തകൾ വീണ്ടും. കരിയാട് പുളിയനമ്പ്രത്തെ +2 വിദ്യാർത്ഥി ശിവസൂര്യയെ കാണാതായിട്ട് 9 ദിവസം. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് പോലീസ്. ഓണക്കാല വിപണി ലക്ഷ്യമിട്ട് തലശ്ശേരിയിലെത്തിയ തെരുവോര കച്ചവടക്കാരെ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് തലശ്ശേരി നഗരസഭാ സ്റ്റേഡിയത്തിലേക്ക് മാറ്റാനുള്ള നഗരസഭയുടെ നീക്കത്തിൽ പ്രതിഷേധം ശക്തം. അടുത്ത തവണ തലശ്ശേരിയിലേക്കില്ലെന്ന് തെരുവോര വ്യാപാരികൾ. പെരിങ്ങാടി റെയിൽവേ ഗേറ്റിലെ യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ന്യൂമാഹിയിൽ ജനകീയ കൺവെൻഷൻ. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കുമെന്ന് കാരായി രാജൻ MLA. വഖഫ് ബോർഡിനെ അട്ടിമറിക്കാൻ സർക്കാർ കേന്ദ്ര വഖഫ് നിയമത്തെ മറയാക്കുകയാണെന്ന് സമസ്ത സെക്രട്ടറി മുക്കം ഉമർ ഫൈസി. നാഷണൽ ലീഗ് തലശ്ശേരിയിൽ വഖഫ് സമ്മിറ്റ് സംഘടിപ്പിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.